Hello all, welcome to today's session of the discussion of iPTS'24 Current Affairs Test 2. So let's begin with the first question. So the first question reads, consider the following statements with respect to UNICEF. First statement, UNICEF became a permanent part of United Nations system in 1953. It aims to save children's lives, to defend their rights, and to help them fulfill their potential from early childhood through adolescence. Third statement, UNICEF has its headquarters in Geneva. How many of the statements given above are correct? So, ഒരു direct fact based question ആണ്. So, ഈ particular questionൽ യൂണിസെഫിൻ്റെ കുറച്ച് ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് യൂണിസെഫ് യുണൈറ്റഡ് നേഷൻസിൻ്റെ പെർമനൻറ്റ് പാർട്ടായത് 1953 നിന്നാണ്. ഒരു ഫാക്ച്വൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുന്നത് ഒരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് നമുക്ക് യൂണിസെഫിൻ്റെ ബേസിക് ഫങ്ഷൻസിനെ കുറിച്ച് ഒരു ഏകദേശ ധാരണയുണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി റൈറ്റ് ആണെന്ന് അസ്യൂം ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് യൂണിസെഫിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് പ്രിസൈസ്ലി നമുക്ക് അറിഞ്ഞാൽ മാത്രം സോൾവ് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആക്ച്വലി കറക്റ്റ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് 1953 തന്നെയാണ് യൂണിസെഫ് യുണൈറ്റഡ് നേഷൻസ് സിസ്റ്റത്തിൻ്റെ പെർമനൻറ്റ് പാർട്ടായത്. അതേസമയം ഈ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഈസ് യൂണിസെഫ് ഹാസ് ഇറ്റ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻ ജനീവ എന്നുള്ളത് ആക്ച്വലി ഒരു റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ന്യൂയോർക്കിലാണ് യൂണിസെഫിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. സോ ഹൗ മെനി ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൺ അബവ് ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. There are two statements which are correct. So our answer will be B, only two. So moving on to the second question. Consider the following statements. Indian Green Building Council, IGBC, was founded by the Confederation of Indian Industries. Second statement, it is the founding member of World Green Building Council. Third statement, Net Zero Energy Building Rating System is a joint initiative of WGBC, that is World Green Building Council, and the Energy and Resource Institute, that is TERI. So TERI and WGBC കൂടെ ചേർന്നിട്ടുള്ള ഒരു ജോയിൻറ്റ് ഇനിഷ്യേറ്റീവ് ആണ് നെറ്റ് സീറോ എനർജി ബിൽഡിംഗ് റേറ്റിംഗ് എന്നാണ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ദിസ് ഈസ് ഓൾസോ എ ഫാക്ച്വൽ ക്വസ്റ്റ്യൻ. സോ റീസെൻറ്റ് കറണ്ട് അഫയേഴ്സിൽ ഉണ്ടായിരുന്നത് കൊണ്ട് നിങ്ങൾ ന്യൂസിലൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ടായിരിക്കും. സോ ഇന്ത്യൻ ഗ്രീൻ ബിൽഡിംഗ് കൗൺസിൽ വാസ് ഫൗണ്ടഡ് ബൈ ദ കോൺഫെഡറേഷൻ ഓഫ് ഇൻഡസ്ട്രീസ് എന്നുള്ളത് ആക്ച്വലി ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ് ഈസ് ദ ഫൗണ്ടിങ് മെമ്പർ ഓഫ് വേൾഡ് ഗ്രീൻ ബിൽഡിംഗ് കൗൺസിൽ WGBC എന്നുള്ളതും ആക്ച്വലി ഇറ്റ്സ് എ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ആക്ച്വലി UPSC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ഫൗണ്ടിങ് മെമ്പർ ആണോ അല്ലയോ, ഇന്ത്യ ഫൗണ്ടിങ് മെമ്പർ ആണോ, അല്ലെങ്കിൽ ഈ പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ ഫൗണ്ടിങ് മെമ്പർ ആണോ എന്നൊക്കെയുള്ള കൈൻഡ് ഓഫ് ഓപ്ഷൻസ് ഫ്രെയിം ചെയ്ത് നിങ്ങൾ കാണാറുണ്ട്. സോ ഒബിയസ്ലി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഫാക്ച്വലി കറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആക്ച്വലി റോങ്. നെറ്റ് സീറോ എനർജി ബിൽഡിംഗ് റേറ്റിംഗ് എന്നുള്ള ഈ പർട്ടിക്കുലർ സിസ്റ്റം ഈസ് എ ജോയിൻറ്റ് ഇനിഷ്യേറ്റീവ് ഓഫ് IGBC, WGBC ആൻഡ് USAID. സോ ആക്ച്വലി തേർഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ റോങ്. ബട്ട് ഇവിടെ നിങ്ങൾ ക്യാച്ച് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ മെനി ഓഫ് ദി അബോവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൺ അബോവ് ആർ ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ ആക്ച്വലി ഒരേ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്, ദാറ്റ് ഈസ് സ്റ്റേറ്റ്മെൻറ്റ് 3. സോ അവർ ആൻസർ വിൽ ബി ഓപ്ഷൻ എ, only 1. മൂവിങ് ഓൺ ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. So third question reads, consider the following statements with respect to AgriStack. It is a digital infrastructure by central and state governments for easy access to credit. It empowers startups through easy access to data. AgriStack is a federated structure and ownership of data is with the state governments only. Fourth statement, AgriStack is built by the Ministry of Electronics and Information Technology. How many of the statements given above are correct? Only 1, only 2, only 3 and all 4. So ഈ തേർഡ് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ അഗ്രിസ്റ്റാക്ക്, അതായത് ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷൻ എന്നുള്ള ഒരു പർട്ടിക്കുലർ ടീമിൽ അഗ്രിസ്റ്റാക്ക് എന്ന് കേട്ട് കാണും, ഇന്ത്യ സ്റ്റാക്ക് എന്ന് കേട്ട് കാണും. സോ ഡാറ്റ ഗവർണൻസിൻ്റെയൊക്കെ പാർട്ടായിട്ടുള്ള ഈ അഗ്രിസ്റ്റാക്ക് എന്നുള്ളത് ഇറ്റ്സ് എ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ബൈ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഫോർ ഈസി ആക്സസ് ടു ക്രെഡിറ്റ്. ഒബിയസ്ലി ബെറ്റർ ഡാറ്റ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോജിക്കലി ഗസ് ചെയ്യാൻ പറ്റും ബെറ്റർ ആക്സസ് ടു ക്രെഡിറ്റ് കാണും അല്ലേ. ഒരു പർട്ടിക്കുലർ ക്രെഡിറ്റ്, ഒരു ഡെറ്ററുടെ
കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റ് പ്രൊഫൈല് ഈസിലി ആക്സസിബിൾ ആണെങ്കിൽ അവർക്ക് കുറഞ്ഞ ഇൻട്രസ്റ്റിൽ അല്ലെങ്കിൽ അവരുടെ റിസ്കുകളെല്ലാം മാപ്പ് ചെയ്ത് ക്രെഡിറ്റ് ഡീഫോൾട്ട് ഹിസ്റ്ററി എല്ലാം ചെക്ക് ചെയ്ത് ഒബ്വിയസ്ലി അവർക്ക് ബെറ്റർ ക്രെഡിറ്റ് ഡെലിവറി നടത്താൻ സാധിക്കും അല്ലേ. സോ അഗ്രി സ്റ്റാക്ക് എന്ന് പറയുന്നത് ഡേറ്റ ഓൺ ഡേറ്റ. സോ ആ ഒരു സ്ട്രക്ചർ നോക്കുമ്പോൾ മോസ്റ്റ് പ്രോബബിളി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ലോജിക്കലി ശരിയാവാനാണ് ചാൻസസ് കൂടുതൽ. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇറ്റ് എംപവേഴ്സ് സ്റ്റാർട്ടപ്സ് ത്രൂ ഈസി ആക്സസ് ഓഫ് ഡേറ്റ. ഒബ്വിയസ്ലി സ്റ്റാർട്ടപ്സിനും അവരുടെ പുതിയ പുതിയ സൊല്യൂഷൻസ്, എങ്ങനെയാണ് സ്റ്റാർട്ടപ്സ് പുതിയൊരു നോവൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്, സൊസൈറ്റൽ പ്രോബ്ലംസിനെ ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടി അവരേതെങ്കിലും ഒരു പ്രോഡക്റ്റോ സർവീസോ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, അവർക്ക് ബെറ്റർ ഡാറ്റ വേണം. ബെറ്റർ ഡാറ്റ ഉണ്ടെങ്കിലാണ് അവർക്ക് അതിൽ നിന്ന് മീനിങ് ആയ എന്തെങ്കിലും ഇൻഫർമേഷൻ കണ്ടുപിടിച്ച് ആ ഒരു പർട്ടിക്കുലർ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാനുള്ള ഒരു പ്രോഡക്റ്റോ സർവീസോ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ ഒബ്വിയസ്ലി സ്റ്റാർട്ടപ്സിനെ ആ ഒരു ലോജിക്ക് വെച്ച് തിങ്ക് ചെയ്താലും ഈ പർട്ടിക്കുലർ അഗ്രി സ്റ്റാക്ക് എന്നുള്ള കൺസെപ്റ്റ് ഹെൽപ്പ് ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ. ഈ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് അഗ്രി സ്റ്റാക്ക് ഈസ് എ ഫെഡറേറ്റഡ് സ്ട്രക്ചർ ആൻഡ് ഓണർഷിപ്പ് ഓഫ് ഡാറ്റ ഈസ് വിത്ത് സ്റ്റേറ്റ്സ് ഒള്ളി. സോ അവിടെ അതൊരു കൺഫ്യൂസിങ് ടേം ആയിരിക്കും. ബട്ട് ഈ ഒള്ളി എന്നുള്ള ഒരു പർട്ടിക്കുലർ എക്സ്ട്രീം വേർഡ് വന്നുകൊണ്ട് ഇത് തെറ്റാവാൻ ചാൻസസ് എന്നുള്ളത് അസ്യൂം ചെയ്യപ്പെടാം. ഈ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുന്നത് അഗ്രി സ്റ്റാക്ക് ഈസ് ബിൽഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് IT. സോ ഇവിടെ ആക്ച്വലി നോക്കുവാണെങ്കിൽ ഈ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്, ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആക്ച്വലി റോങ്. അഗ്രി സ്റ്റാക്ക് എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഫാമേഴ്സ് വെൽഫെയർ ആൻഡ് അഗ്രികൾച്ചറിൻ്റെ കീഴിൽ വരുന്നതാണ്. സോ ഒബ്വിയസ്ലി ഫോർത്ത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ റോങ്. ഫസ്റ്റ് 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് ആണ്. ഹൗ മെനി ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൺ എബവ് ആർ കറക്റ്റ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ അവർ ആൻസർ വിൽ ബി only 3, that is option C. Moving on to the next question. Consider the following statements with respect to organic farming in India. So ഭാരത് ഓർഗാനിക് എന്നൊക്കെ പറഞ്ഞ് ന്യൂസിൽ റീസെൻ്റ്ലി ഉണ്ടായിരുന്നതുകൊണ്ട് ഓർഗാനിക് ഫാമിനെ കുറിച്ച് കുറച്ച് ബേസിക് ഫാക്ട്സ് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, മധ്യപ്രദേശ് ഹാസ് ദ ലാർജസ്റ്റ് ഏരിയ അണ്ടർ ഓർഗാനിക് ഫാമിംഗ്. ഒബ്വിയസ്ലി നിങ്ങൾ സിക്കിമിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും. ബട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓർഗാനിക് ഫാമിംഗ് അണ്ടർ ഏക്കറേജ് ഉള്ളത് ഏത് പർട്ടിക്കുലർ സ്റ്റേറ്റിലാണെന്നുള്ള ഒരു ഫാക്ട് നിങ്ങൾക്ക് അറിയണമെന്നില്ല. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ഈ പർട്ടിക്കുലർ, അതായത് ഏക്കറേജിൻ്റെ ബേസിസിലും ഏത് സ്റ്റേറ്റ് ആണ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ എന്നൊക്കെയുള്ള രീതിയിലെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓപ്ഷൻസ് ഫ്രെയിം ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ ഒബ്വിയസ്ലി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മധ്യപ്രദേശ് ഹാസ് ലാർജസ്റ്റ് ഏരിയ അണ്ടർ ഓർഗാനിക് ഫാമിംഗ് ആണോ ശരിയെന്ന് നോക്കാം. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, സിക്കിം ഈസ് ദ ഫസ്റ്റ് ആൻഡ് ഫുള്ളി ഓർഗാനിക് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. അത് ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാമായിരിക്കും. ലൈക്ക് ഇത് കുറേ കാലങ്ങളായിട്ട് ന്യൂസിലുള്ളതാണ്. സിക്കിം ആക്ച്വലി ഫസ്റ്റ് ആൻഡ് ഫുള്ളി ഓർഗാനിക് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ മാത്രമല്ല, വേൾഡിലെ തന്നെ നോക്കുകയാണെങ്കിൽ ഓർഗാനിക് ഫാമിങ്ങിലെ ഒരു പയനീറായിട്ട് സിക്കിമിനെ കാണപ്പെടാറുണ്ട്. ഈ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, നാഷണൽ പ്രോഗ്രാം ഫോർ ഓർഗാനിക് പ്രൊഡക്ഷൻ ഈസ് ദ ക്വാളിറ്റി അഷുറൻസ് ഇനിഷ്യേറ്റീവ് ഓഫ് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ. സോ ഇതുപോലെ തന്നെ ഓരോ പർട്ടിക്കുലർ സ്കീംസൊക്കെ ഏത് മിനിസ്ട്രിയുടെ കീഴിലാണെന്നുള്ള പൂർണ്ണമായ ധാരണ ഉണ്ടാവേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയർ സെഷൻസ് ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടായിരിക്കും. സോ ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഹൗ മെനി ഓഫ് ദി എബവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആക്ച്വലി കറക്റ്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് മോസ്റ്റ് കോമൺ ആയതുകൊണ്ട് നിങ്ങൾക്ക് അത് അറിയാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. ഇൻ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, നാഷണൽ പ്രോഗ്രാം ഫോർ ഓർഗാനിക് പ്രൊഡക്ഷൻ ഈസ് ദ ക്വാളിറ്റി അഷുറൻസ് ഇനിഷ്യേറ്റീവ് ഓഫ് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ അല്ല, ഇറ്റ് ഇസ് ആക്ച്വലി അണ്ടർ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. സോ ഈ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സോ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ് ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. സോ അവർ ആൻസർ വുഡ് ബി ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് 2 only. That is only 2. The third statement is wrong because the National Program for Organic Production is a quality assurance initiative by APEDA, that is Agricultural and Processed Food Products Export Development Authority, which functions under Ministry of Commerce and Industry. Okay, so moving on to the next question, that is fifth question. Consider the following statements: climate change, genocide, biodiversity loss, pollution, war. Which of the above constitute triple planetary crisis proposed by UNFCCC, that is United Nations Framework Convention on Climate Change? So ഈ ട്രിപ്പിൾ പ്ലാനറ്ററി ക്രൈസിസ് എന്നുള്ളത് ഒബ്വിയസ്ലി മോസ്റ്റ് ഓഫ് ദ UNEP ഡോക്യുമെൻറ്റ്സിൽ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കാണുന്ന ഒരു വേർഡിംഗ് ആണ്. എന്താണ് ട്രിപ്പിൾ പ്ലാനറ്ററി ക്രൈസിസ് എന്നാണ് ഒബ്വിയസ്ലി ഇപ്പോൾ തന്നിട്ടുള്ള 5 ഓപ്ഷനിൽ നിന്ന് ഏതെങ്കിലും 3 എണ്ണമായിരിക്കും ട്രിപ്പിൾ പ്ലാനറ്ററി ക്രൈസിസ്. ബട്ട് ഇവിടെ only 1 only 2 ആയിരുന്നെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് സോൾവ് ചെയ്യായിരുന്നു. ബട്ട് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൽ ഒബ്വിയസ്ലി ജനോസൈഡും വാറും എന്ന് പറയുന്നത് ലോകത്തെ എല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ലൈക്ക് അതൊരു നിങ്ങൾക്ക് ചിന്തിക്കാം, ഓക്കെ ഒരു സ്ഥലത്ത് വാർ ഉണ്ടാകുമ്പോൾ ഒബ്വിയസ്ലി അതിൻ്റെ റിപ്പർക്കഷൻസ് മറ്റ് സ്ഥലങ്ങളുണ്ടാകും. ബട്ട് സ്റ്റിൽ നമ്മൾ ആലോചിക്കേണ്ടത് ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് എൻവയോൺമെൻറ്റ്,
climate change, biodiversity loss and pollution. നമ്മുടെ ഹ്യൂമൻ എക്സിസ്റ്റൻസിനും അതിൻ്റെ എക്കോസിസ്റ്റത്തിൻ്റെ സർവൈവലിനും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ക്ലൈമറ്റ് ചേഞ്ചും ബയോഡൈവേഴ്സിറ്റി ലോസും പൊല്യൂഷനുമാണ്. സോ ഈ 3-നെയാണ് ട്രിപ്പിൾ പ്ലാനറ്ററി ക്രൈസിസ് ആയിട്ട് പറയപ്പെടുന്നത്. സോ ഈ ജനോസൈഡോ വാറോ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഓപ്ഷനിൽ നിന്ന് എലിമിനേറ്റ് ചെയ്താലും, യു എലിമിനേറ്റ് 2 or 5, സോ 2ഉം 5 ഇല്ലാത്ത ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് 1, 3 and 4 ആണ്. ദാറ്റ് ഈസ് 5th question's answer is option A, 1, 3 and 4. 6th question, African honey guides can recognize distinct vocal signals of human beings and help locate a particular habitat. This relationship suggests a cultural coevolution between species, where humans and birds have developed a method of communication and cooperation. In this process, human beings get honey and the honey guides get the bee wax. This species recently seen in news exhibits which of the following ecological interaction? സോ ഒരു റീസെൻ്റ്ലി ന്യൂസിലുണ്ടായിരുന്ന ഒരു പർട്ടിക്കുലർ സ്പീഷീസിനെ വെച്ചിട്ട് ഫ്രെയിം ചെയ്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ മ്യൂച്വലിസം, കമൻസാലിസം, അമൻസാലിസം, കോമ്പറ്റീഷൻ. സോ കറണ്ട് അഫെയറിനെ എങ്ങനെ സ്റ്റാറ്റിക് പാർട്ടുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും. സോ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ഈസിലി ഐഡൻറ്റിഫൈഡ് ആവേണ്ടതാണ്. ബട്ട് ഇത്രയും ലോങ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് വായിക്കാതെ ചിലപ്പോൾ ഒഴിവാക്കരുത്. ലൈക്ക് ഈസിലി ഡൂവബിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് മ്യൂച്വലിസം ആണ്. ബിക്കോസ് ബോത്ത് ദ പാർട്ടീസ് ആർ ബെനിഫിറ്റിംഗ്. അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ബിക്കോസ് ഹ്യൂമൻ ബീയിങ്സിന് ഹണി കിട്ടുന്നുണ്ട്, ഹണി ഗൈഡ്സ് ഗെറ്റ് ബീ വാക്സ്. സോ ഈ 2 സ്പീഷീസിനും അവിടെ ഒരു നെറ്റ് ബെനിഫിറ്റ് ഉണ്ട്. സോ ദാറ്റ് എക്കോളജിക്കൽ ഇൻട്രാക്ഷൻ ഈസ് mutualism. Okay, moving on to the next question. Consider the following statement. That is 7th question. Consider the following statements about United Nations Climate Change Conference. First statement, the ultimate objective of agreements under the UNFCCC is to stabilize greenhouse gas concentrations in the atmosphere at a level that will prevent dangerous human interference with the climate system. Second statement, UNFCCC Secretariat is located at Bonn. One of the declared aims of recent conference of party at Dubai was to triple global renewable energy capacity by 2050. How many of the statements given above are correct? So only 1, only 2, all 3, none. So ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ UNFCCC ആ ഒരു പർട്ടിക്കുലർ ബോഡിയുടെ ഒബ്ജക്റ്റീവ്, ആ സയൻറ്റിഫിക് ബോഡിയുടെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് നിങ്ങൾക്ക് ഈസിലി റെക്കഗ്നൈസ് ചെയ്യാം. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ആക്ച്വലി ഫാക്റ്റ് അറിഞ്ഞേ പറ്റൂ. UNFCCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സെക്രട്ടേറിയറ്റ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് ബോണിലാണ്. ഇനി തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, വൺ ഓഫ് ദ ഡിക്ലെയർഡ് എയിംസ് ഓഫ് റീസെൻറ്റ് കോൺഫറൻസ് ഓഫ് പാർട്ടി അറ്റ് ദുബായ് COP28 വാസ് ടു ട്രിപ്പിൾ ഗ്ലോബൽ റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി ബൈ 2050. സോ ട്രിപ്പിൾ the global renewable energy capacity by 2050. ആക്ച്വലി 2030 എന്നായിരുന്നു ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ഫ്രെയിം ചെയ്തിരുന്നെങ്കിൽ ഈ ചെറിയ ടൈം സ്പാനിൽ അത് ഡൂവബിൾ അല്ല എന്ന് കരുതി നമുക്ക് എലിമിനേറ്റ് ചെയ്യായിരുന്നു. ബട്ട് സ്റ്റിൽ ഒരു ഇത്രയും വലിയൊരു ടൈം ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് ഈ ഒരു പർട്ടിക്കുലർ ഓപ്ഷൻ നമുക്ക് അങ്ങനെ ഈസിലി ഡാറ്റ ആയതുകൊണ്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് സ്റ്റിൽ ഇത് ആക്ച്വലി കറക്റ്റാണ്. നിങ്ങൾ ന്യൂസിലൊക്കെ റീസെൻ്റ്ലി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് COP28ൻ്റെ ടേക്ക് അവേസ് എന്ന് ആക്ച്വലി കീയിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ അതിൽ കൂടെയൊക്കെ ഗോ ത്രൂ ചെയ്യുക. ഏതൊക്കെ ഓർഗനൈസേഷൻസ് ആണ് അവിടെ ഫോം ചെയ്യപ്പെട്ടത്, ഇന്ത്യ ഏതിൻ്റെയൊക്കെ പാർട്ടാണ്. ഓക്കെ, സോ അതൊക്കെ മനസ്സിലാക്കി വെക്കുക. സോ ഈ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. ഈ 3 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആയതുകൊണ്ട് ആൻസർ ഈസ് C, all 3. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Consider the following statement with respect to Indian agriculture. Total food grain production in the country increased approximately 10 times over the last 7 decades. Total pulse production increased 5 times during the same period. Which of the statements given above are correct? 1 only, 2 only, both 1 and 2, neither 1, no 2. സോ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഇന്ത്യൻ അഗ്രികൾച്ചറിൽ ബേസ് ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആരാണെന്ന് പറയുന്ന പോലെ തന്നെ ഈ ട്രെൻഡ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, അതായത് പാസ്റ്റ് ഇയേഴ്സ്, പാസ്റ്റ് ഡെക്കേഡ്സിൽ സ്റ്റഡിലി ഇൻക്രീസ് ചെയ്തു അല്ലെ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്തു, ഇത്ര ടൈംസ് ഇൻക്രീസ് ചെയ്തു എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ ടോട്ടൽ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ ഇൻ ദ കൺട്രി ഇൻക്രീസ് അപ്രോക്സിമേറ്റ്ലി 10 times ഓവർ ദ ലാസ്റ്റ് 7 decades എന്നുള്ളത് ആക്ച്വലി ദാറ്റ്സ് എ റോങ് ഇൻഫർമേഷൻ. സെക്കൻഡ്, ടോട്ടൽ പൾസ് പ്രൊഡക്ഷൻ ഇൻക്രീസ് 5 times ഡ്യൂറിങ് ദ സെയിം പീരീഡ്. അതും ഒരു തെറ്റായ ഇൻഫർമേഷനാണ്. ഇനി എക്സ്ട്രാ നിങ്ങൾക്ക് അറിയായിരിക്കും ഇന്ത്യയാണ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ, ലാർജസ്റ്റ് ഇമ്പോർട്ടർ ആൻഡ് ലാർജസ്റ്റ് കൺസ്യൂമർ ഓഫ് പൾസസ്. സോ ഒബിയസ്ലി ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും റോങ് ആണ്. പൊതുവേ ഈ ഒരു ട്രെൻഡ് ബേസ് ചെയ്ത് വരുന്ന
നമുക്കറിയാം സ്റ്റഡിലി ഇൻക്രീസ്ഡ് അല്ലെങ്കിൽ ഓവർ ദ 10 years, ഓവർ ദ ലാസ്റ്റ് 3 decades എന്നൊക്കെയുള്ള നമ്മൾ PYQ അനാലിസിസ് ചെയ്തപ്പോഴും കണ്ടതാണ്. മോസ്റ്റ്ലി അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തെറ്റാവാറാണ് പതിവ്. ഇവിടെയും ആ ഒരു ലോജിക്ക് വെച്ച് നിങ്ങൾ അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ, യെസ് ഇത് ഹാർഡ് ഫാക്റ്റ് ആണ്, ബട്ട് സ്റ്റിൽ നിങ്ങൾ ആ ഒരു ലോജിക്ക് അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ ഈ 8th ക്വസ്റ്റ്യൻ നെയ്തർ 1 nor 2, നിങ്ങളൊരു കാൽക്കുലേറ്റഡ് ഗസ് എടുത്തിരുന്നെങ്കിൽ ഇതിൻ്റെ ആൻസർ ഇസ് ഓൾസോ നെയ്തർ 1 nor 2. ഓക്കെ, കീയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എത്രയാണ് പർട്ടിക്കുലർ ഡാറ്റ ലാസ്റ്റ് 7 decades എത്രത്തോളം കൂടി പൾസ് പ്രൊഡക്ഷൻ, എത്രത്തോളം ലാസ്റ്റ് ഈ സെയിം പീരീഡിൽ എത്ര ടൈംസ് കൂടി എന്നുള്ള ഡേറ്റ നിങ്ങളുടെ കീയിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 9th ക്വസ്റ്റ്യൻ. സോ അസർഷൻ ആൻഡ് റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് 9th ക്വസ്റ്റ്യൻ. സോ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് പ്രസ് മഡ്. സോ പ്രസ് മഡ് ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ എന്താണ് പ്രസ് മഡ്? എനിവേ ഒരു മഡാണ്, സം കൈൻഡ് ഓഫ് ക്ലേ തിങ് ആയിരിക്കും അല്ലേ, സോയിൽ സബ്സ്ട്രേറ്റ് പോലത്തെ ഒരു പർട്ടിക്കുലർ കോമ്പൗണ്ട് ആവാം. സോ പ്രസ് മഡ് എന്താണ്, അത് എവിടെ നിന്ന് ഒറിജിൻ ചെയ്യുന്നതെന്ന് നമുക്ക് അറിയില്ലായിരിക്കും. സോ ഒബ്വിയസ്ലി ഇതുപോലെ ഫ്ലൈ ആഷ്, പ്രസ് മഡ്, ബാഗേസ്, മൊലാസ്, സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ന്യൂസിൽ നമ്മൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടായിരിക്കും. സോ ഇതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോഴും കാണാറുണ്ട്. ഓൾസോ റീസെൻ്റ്ലി ഇന്ത്യ ഇൻ്റർനാഷണൽ ഷുഗർ അസോസിയേഷൻ്റെ ചെയർ ആയിട്ടുണ്ട്. സോ അതുമാത്രമല്ല, ഇപ്പോൾ റീസെൻ്റ്ലി ഷുഗർ എക്സ്പോർട്ട് നമ്മൾ കർട്ടൈൽ ചെയ്തു, റെസ്ട്രിക്റ്റ് ചെയ്തു. സോ ഷുഗർ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഈ പർട്ടിക്കുലർ ഇയറിലെ നമ്മൾ UPSC പെർസ്പെക്റ്റീവ് അനലൈസ് ചെയ്യുമ്പോൾ. ഷുഗർ ഇൻഡസ്ട്രി, ഷുഗർ കെയിൻ ആയാലും അല്ലെങ്കിൽ ഷുഗർ എക്സ്പോർട്ട്സ് ആയാലും ഷുഗറിൻ്റെ ബൈ പ്രൊഡക്ട്സ് ആയാലും ഈവൻ ബയോഫ്യൂൽസ് ആയാലും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. സോ ആ ഒരു ബേസിസിൽ നോക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ആൻ ഓർഗാനിക് ഫെർട്ടിലൈസർ ടു എൻഹാൻസ് സോയിൽ ഫെർട്ടിലിറ്റി, ഇംപ്രൂവ് സോയിൽ സ്ട്രക്ചർ, എയറേഷൻ ആൻഡ് പ്രൊമോട്ട് മൈക്രോബിയൽ ആക്ടിവിറ്റി. സോ ഈ പ്രസ് മഡ് എന്നുള്ള പർട്ടിക്കുലർ സാധനം സോയിൽ ഫെർട്ടിലിറ്റി ഇംപ്രൂവ് ചെയ്യാനും സോയിൽ സ്ട്രക്ചർ, എയറേഷൻ, യൂഷ്വലി ഇതുപോലത്തെ ഓർഗാനിക് കോമ്പൗണ്ട്സിൽ നിന്ന് കിട്ടുന്ന ഫ്ലൈ ആഷ് ആയാലും അല്ലെങ്കിൽ ബേസിസ് ഇതുപോലത്തെ ഒരുപാട് കോമ്പൗണ്ട്സ്, നമുക്ക് ഒരുപാട് കോമ്പൗണ്ട്സ് നോക്കുമ്പോഴും അത് ബേസിക്കലി നമ്മൾ സോയിലിൽ ആഡ് ചെയ്യുന്നത് സോയിലിൻ്റെ സ്ട്രക്ചർ ഒന്ന് എൻഹാൻസ് ചെയ്യാനും എയറേഷനും അതിൻ്റെ വാട്ടർ റീറ്റൻഷൻ കപ്പാസിറ്റിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനാണ്. സോ ആ ഒരു ബേസിക് ലോജിക്ക് വെച്ച് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ശരിയാണെന്ന് അസ്യൂം ചെയ്യാം. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുവാണെങ്കിൽ പ്രസ് മഡ് ഈസ് ആൻ എക്സലൻറ്റ് സോഴ്സ് ഓഫ് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ആൻഡ് അതർ എസെൻഷ്യൽ ന്യൂട്രിയൻസ്. സോ ആ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് സോയിലിൻ്റെ ആ ഒരു പർട്ടിക്കുലർ ഫെർട്ടിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുള്ളതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ both the statements are correct and our answer would be A. Both statement 1 and 2 are correct and statement 2 is the correct explanation for statement 1. 10th question, Mania's Mysteria recently seen in news related to which of the following? It's a new pangolin species discovered in the Indo-Malayan realm, mysterious phenomenon observed at the core of newborn stars, a variety of fungus that preys on animals, variety of mangroves exclusively found in Sundaland. സോ മാനിയസ് മിസ്റ്റീരിയ. സോ റീസെൻ്റ്ലി കറണ്ട് അഫെയറിൽ ന്യൂസിലും വന്ന ഒരു പർട്ടിക്കുലർ സ്പീഷീസിനെ കുറിച്ചാണ്. ഓക്കെ, കുറച്ച് ഹാർഡ് ഫാക്ച്വൽ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്, ബട്ട് സ്റ്റിൽ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി ഇപ്പോൾ UPSCക്ക് കുറച്ച് ഫേവറേറ്റ് ഏരിയാസ് കാണും അല്ലേ, കോറൽസ്, മാൻഗ്രൂവ്സ് അല്ലെങ്കിൽ ചില പർട്ടിക്കുലർ സ്പീഷീസ്, ഈവൻ ഹെഡ്ജ് ഹോഗ്സ്, അതുപോലുള്ള സ്കെയിൽഡ് ആനിമൽസിനെ കുറിച്ച് റീസെൻ്റ്ലി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പാങ്കോലിൻസ്, ഇപ്പോൾ കോവിഡിൻ്റെ ബേസിസിൽ പാങ്കോലിൻസ് നിന്നാണ് ഹ്യൂമൻസിലോട്ട് ഇത് വന്നതെന്നൊക്കെയുള്ള ഒരു കുറച്ച് തിയറീസ് വന്നതുകൊണ്ട് തന്നെ പാങ്കോലിൻ സ്പീഷ്യസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയാം. അപ്പോൾ നിങ്ങളൊരു ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ആ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ കൂടുതലായിട്ട് ന്യൂസിൽ വന്ന ടോപ്പിക് എന്തായിരുന്നു എന്നും ചിലപ്പോൾ ഒരു ഇൻഫോംഡ് ഗസ് എടുക്കാൻ നിങ്ങളെ സഹായിക്കും. സോ ഇത് ഹാർഡ് ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന് ഒരു ഹൈൻസൈറ്റ് ബയാസോടെയാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്, ഇതിൻ്റെ ആൻസർ ഇതാണെന്നാണ്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഒരു ഇൻഫോംഡ് ഗസ് എക്സാം ഹോളിലെ എക്സാം എൻവയോൺമെൻറ്റിൽ ആക്ച്വലി നിങ്ങൾക്കിപ്പോൾ ഈ പർട്ടിക്കുലർ നിങ്ങൾ ഈ IPTS ചെയ്യുമ്പോൾ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങളുടെ ഐട്രേഷൻസും നിങ്ങളുടെ സ്കിൽസും നിങ്ങളുടെ ലോജിക്കൽ ഗസ്സിങ് സ്കിൽസും ഒക്കെ ട്രൈ ചെയ്യാം. നിങ്ങൾ ഇവിടെ അതൊരു നിങ്ങൾക്കൊരു പ്രാക്ടീസ് ആയിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പെർഫെക്ഷനിലൂടെ നിങ്ങൾക്ക് റിയൽ എക്സാം എൻവയോൺമെൻറ്റിൽ അത് ഹോൺ ചെയ്യാൻ സാധിക്കും. സോ ഇവിടുത്തെ ഇതിൻ്റെ ആൻസർ ആക്ച്വലി ഇറ്റ്സ് എ ന്യൂ പാങ്കോലിൻ സ്പീഷ്യസ് ഡിസ്കവേർഡ് ഇൻ ദ ഇൻഡോ-മലയൻ റയാൻ എന്നുള്ളതാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Consider the following statements about methane. Methane is a greenhouse gas that is the largest contributor to global warming. It is a short-lived climate pollutant. Everest NG is an instrument used by the Central Pollution Control Board to track methane emissions in India. How many of the statements given above are correct? Only one, only two, all three, none. So ഇവിടെ
actually one of the greenhouse gases like methane. For last few years question paper, I think last year or before last year, methane base ചെയ്തൊരു question ഉണ്ടായിരുന്നു. സോ മീഥേൻ ഇസ് എ ഗ്രീൻഹൗസ് ഗ്യാസ്. മീഥേൻ എല്ലാം നമുക്ക് ബേസിക് ആയിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചും ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയേണ്ട കാര്യമാണ്, അറിയാവുന്ന കാര്യമായിരിക്കും മെജോറിറ്റിക്കും, ദാറ്റ് കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മളെപ്പോഴും കാർബൺ ഡൈ ഓക്സൈഡിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സോ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെ സീക്വസ്റ്റർ ചെയ്യാം, അതിൻ്റെ എമിഷൻ എങ്ങനെ കുറയ്ക്കാം, അതിൻ്റെ ഇഷ്യൂ ലൈക്ക് കാർബൺ സോഴ്സസിൽ നിന്ന് എങ്ങനെ നോൺ കാർബൺ സോഴ്സിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ കൂടുതലും പറയുന്നത്. സോ ഒബ്വിയസ്ലി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ് ഈസ് എ ഷോർട്ട് ലീവ്ഡ് ക്ലൈമറ്റ് പൊല്യൂട്ടൻറ്റ്. അതും നിങ്ങൾ ബേസിക് ടെക്സ്റ്റ് ബുക്കും ഹാൻഡ് ഔട്ട്സും വായിച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ശരിയാണെന്ന് അറിയാവുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. ഇൻ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, അവരിസ് എൻജെ ഈസ് എൻ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ബൈ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ടു ട്രാക്ക് മീഥേൻ എമിഷൻസ് ഇൻ ഇന്ത്യ. സോ അത് കറൻറ്റ് ഓഫ് ഒരു ഫാക്ച്വൽ നോളജ് ആണ്. ആക്ച്വലി തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. സോ ഹൗ മെനി ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൺ എബവ് ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഈ പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ റോങ്. സോ our answer would be A, that is only one. Okay, moving on to the next question. Consider the following statement with respect to Forest Conservation Amendment Act 2023. So recently വന്ന amendment ആണ്. So നമുക്കറിയാം കൺസർവേഷൻ റിസർവ്സിനെ കുറിച്ചും ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട്സിനെ കുറിച്ചും ഫോറസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും റിപ്പീറ്റായിട്ട് UPSC ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. കൺസർവേഷൻ റിസർവ് ആവാം, അല്ലെങ്കിൽ ക്യാമ്പ ഫണ്ട് ആവാം, അല്ലെങ്കിൽ ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് ആവാം. ഓക്കെ, സോ ഫോറസ്റ്റ് കൺസർവേഷൻ അമെൻമെൻറ്റ് ആക്ട് 2023 ലേറ്റസ്റ്റ് അമെൻമെൻറ്റ് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ദ ആക്ട് റിക്വയർസ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ടു ഗെറ്റ് പ്രയർ അപ്രൂവൽ ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് ടു അസൈൻ ഫോറസ്റ്റ് ലാൻഡ് ടു എനി എൻറ്റിറ്റി. ഓക്കെ, ഏതൊരു എൻറ്റിറ്റിക്കും ലാൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് അലോട്ട് ചെയ്യണമെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പ്രയർ അപ്രൂവൽ വേണമെന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ, ദ ആക്ട് ഡസ് നോട്ട് കവർ ഫോറസ്റ്റ് ലാൻഡ്സ് അപ് ടു 1 hectare എലോങ് റെയിൽ ലൈൻസ് ആൻഡ് പബ്ലിക് റോഡ്സ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, സൂസ് ഡു നോട്ട് റിക്വയർ പ്രയർ അപ്രൂവൽ ടു ബി സെറ്റപ്പ് ഇൻസൈഡ് ദ ഫോറസ്റ്റ്. സോ ഇത് ഈ ബേസിക് ആയിട്ടുള്ള ഈ ഒരു അമെൻമെൻറ്റിനെ കുറിച്ചൊരു ധാരണയുണ്ടെങ്കിലും ആ അമെൻമെൻറ്റിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ മാത്രം സോൾവ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഈ അമെൻമെൻറ്റ് ഒരുപാട് ന്യൂസിലുണ്ടായിരുന്നു. ഈ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് പോലെ തന്നെ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ടിൻ്റെ അമെൻമെൻറ്റും ഒക്കെ റീസെൻ്റ്ലി ഒരുപാട് ന്യൂസിലുണ്ടായിരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ബേസിക് ആ അമെൻമെൻറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട, അതായത് പുതിയൊരു ലോയോ അല്ലെങ്കിൽ ഒരു ബില്ലോ വരുമ്പോൾ ആ ബില്ലിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് എന്തൊക്കെയാണ് പഴയ ബില്ലിൽ നിന്നും അതിനെ വ്യത്യസ്തമാക്കുന്നതെന്നുള്ള ആ ഒരു ഐഡിയാസ് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുക. ആ ബില്ല് മൊത്തം പഠിക്കണമെന്നല്ല, പഴയ ബില്ലിൽ നിന്നും ഇപ്പോൾ റീസെൻ്റ്ലി ക്രിമിനൽ ബിൽസ് വന്നിട്ടുണ്ട്. സോ പഴയ ഇന്ത്യൻ എവിഡൻസ് ആക്റ്റും നമ്മുടെ CRPCയും IPCയിൽ നിന്നും എങ്ങനെയാണ് ഈ 3 ബില്ലിനെ വ്യത്യസ്തമാക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, സോ ദ ആക്ട് റിക്വയർ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ടു ഗെറ്റ് പ്രയർ അപ്രൂവൽ എന്നുള്ളത് ഇറ്റ്സ് എ റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ആക്ച്വലി റോങ് ആണ്. 0.1 hectares എന്നുള്ള ആ ഒരു പർട്ടിക്കുലർ ഡാറ്റ വെച്ചിട്ടാണ് ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാക്കിയിരിക്കുന്നത്. ഓക്കെ, സൂസ് ഡു നോട്ട് റിക്വയർ എന്നുള്ളത് ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തോന്നുമെങ്കിലും ഇതും ആക്ച്വലി ഇറ്റ്സ് എ റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. സോ ഹൗ മെനി ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൺ എബവ് ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അവർ ആൻസർ വിൽ ബി B, only 2, because the second statement is wrong. Okay, so moving on to the next question. 13th question. Consider the following statements with reference to CITES review of significant trade, RST. Statement 1. The CITES RST process enables disciplinary action of trade suspensions directed at countries that do not meet their obligations. Statement 2. Red Sanders is classified as Appendix 2 under CITES Convention. Which of the following statement is correct in respect of above statements? Actually, ഇതൊരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സോ ഈ 13th ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ആക്ച്വലി റൈറ്റ്. സൈറ്റ്സ് RST പ്രോസസ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഇറ്റ്സ് എ റിവ്യൂ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ട്രേഡ് അല്ലേ. സോ പർട്ടിക്കുലർ ട്രേഡിൻ്റെ റിവ്യൂ ആണ്. അതിവിടെ നോക്കുവാണെങ്കിൽ ഡിസിപ്ലിനറി ആക്ഷൻ ഇൻ ദ ഫോം ഓഫ് ട്രേഡ് സസ്പെൻഷൻ. സോ ആ ട്രേഡിനെ ഒബ്വിയസ്ലി മാനേജ് ചെയ്യുന്ന അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പ്രോസസ്സ് ആവണം RST എന്ന് പറയുന്നത്. സോ ആ ഒരു ബേസിക് ഒരു കൺസെപ്റ്റ് വെച്ച് നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് അസ്യൂം ചെയ്യാം. ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, റെഡ് സ്റ്റാൻഡേർഡ്സ് ഈസ് ക്ലാസിഫൈഡ് ആസ് Appendix 2 അണ്ടർ CITES കൺവെൻഷൻ. അതൊരു ഫാക്ച്വൽ ഇൻഫർമേഷൻ ആണ്, ബട്ട് ഇതും ആക്ച്വലി
റൈറ്റ് ആണ്. റെഡ് സാൻഡേഴ്സ് ഒക്കെ റീസെൻ്റ്ലി ഒരുപാട് ന്യൂസിലുണ്ടായിരുന്ന ഒരു സ്പീഷീസാണ്. ലൈക്ക് നമുക്കതറിയാം എവിടെയാണ് വളരുന്നത്, ആന്ധ്രാപ്രദേശിലെ ഈസ്റ്റേൺ ഗട്ട്സിലെ ഏതൊരു റീജിയനിലാണ് ഇത് വളരുന്നത്, എന്താണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി, അത് ട്രോപ്പിക്കലാണോ ടെമ്പറേറ്റ് ആണോ ഡെസിഡിയസ് ആണോ എവർഗ്രീൻ ആണോ. സോ അങ്ങനത്തെ ആ ബേസിക് ഐഡിയാസ് ഒക്കെ ആ സ്പീഷീസിനെ കുറിച്ച് ട്രീ സ്പീഷീസിനെ കുറിച്ച് മനസ്സിലാക്കി വെക്കുക. സോ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് കറക്റ്റ് ആണ്. ബട്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഒബ്വിയസ്ലി അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അല്ല. സോ ആൻസർ വുഡ് ബി ബി. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Murman spot often seen in news is situated in which one of the following countries? സോ ഒരു മാൻസ്ക് അല്ലെങ്കിൽ നിങ്ങൾ ഡോൺബാസ്ക് എന്ന് കേട്ടിട്ടായിരിക്കും. സോ ആ ഒരു പർട്ടിക്കുലർ വേർഡ് ഡീകൺസ്ട്രക്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് പർട്ടിക്കുലർ സ്ഥലങ്ങൾ എവിടെയായിരിക്കുമെന്ന് ഒരു ഐഡിയ ഇല്ലെങ്കിലും ഇപ്പോൾ ഷിൻജിയാങ് അങ്ങനെയൊക്കെയുള്ള ജിയാങ് എന്നൊക്കെയുള്ള പർട്ടിക്കുലർ എൻഡ് ആ വേർഡിൻ്റെ എൻഡ് പാർട്ട് നോക്കിയിട്ട് ഏത് നമുക്ക് ഈസിലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വേറെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്ലേസ് ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. സോ ഈ ഒരു മുർമാൻ സ്പോട്ട് എന്ന് കേൾക്കുമ്പോൾ ഒബ്വിയസ്ലി ഇതൊരു റഷ്യൻ നിങ്ങൾ വേറെ കേട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു വേർഡിങ്ങുമായിട്ട് സൗണ്ടിങ് സിമിലർ ആവാൻ ചാൻസ് ഉണ്ട്. സോ ആ ഒരു ലോജിക്ക് വെച്ച് റഷ്യ ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്താലും ആക്ച്വലി ആൻസർ കറക്റ്റാണ്. മുർമാൻ സ്പോട്ട് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ റഷ്യ. സോ അവർ ആൻസർ ഫോർ ദ 14th ക്വസ്റ്റ്യൻ വിൽ ബി ഓപ്ഷൻ എ. സോ ഇതിൻ്റെ ലൊക്കേഷനെ കുറിച്ചും ഈ പർട്ടിക്കുലർ പോർട്ടിൻ്റെ സിഗ്നിഫിക്കൻസിനെ കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കീ പറഞ്ഞിട്ടുണ്ട്. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആദിത്യ L1 സ്പേസ് ക്രാഫ്റ്റ്. സോ പല ടെസ്റ്റുകളിലും ചിലപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ തീം, അതായത് ഇനിയിപ്പോൾ ഒരു ഒബ്വിയസ്ലി ഇതിന് ചിലപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഇനി സയൻസ് ആൻഡ് ടെക്കിലും ഇത് റിപ്പീറ്റ് ആയിട്ട് വന്നേക്കാം. കാര്യം ഇതൊരു ന്യൂസ് ഇൻ ട്രാൻസിഷൻ ആണല്ലേ. ഓരോ മാസം ലൈക്ക് ഇത് ലോഞ്ച് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ ഇത് ഒരു പർട്ടിക്കുലർ ഓർബിറ്റിൽ എൻ്റർ ചെയ്യപ്പെടാം. സോ ഇതിനെക്കുറിച്ചൊരു ബേസിക് ധാരണ ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ ആദിത്യ L1 സ്പേസ് ക്രാഫ്റ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ഹാലോ ഓർബിറ്റ് അറൌണ്ട് ലഗ്രാഞ്ച് പോയിന്റ് 1 ഓഫ് ദ സൺ എർത്ത് സിസ്റ്റം വിച്ച് ഈസ് അബൌട്ട് 1.5 million kilometer ഫ്രം ദ എർത്ത്. ഓക്കെ, ഈ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ശരിയാണെന്ന് അറിയായിരിക്കും. ബിക്കോസ് L1-ലാണെന്നുള്ളത് അതിൻ്റെ നെയിമിൽ നിന്ന് തന്നെ വളരെ ഒബ്വിയസ് ആണല്ലേ. സോ ഈ സാറ്റലൈറ്റ് പ്ലേസ് ഇൻ ദ ഹാലോ ഓർബിറ്റ് അറൌണ്ട് ദ L1 പോയിന്റ് ഹാസ് ദ മേജർ അഡ്വാൻറ്റേജ് ഓഫ് കണ്ടിന്യൂസ്ലി വ്യൂയിങ് ദ സൺ വിത്തൗട്ട് എനി ഒക്കുലേഷൻ ആൻഡ് എക്ലിപ്സസ്. സോ ആ ഒരു ബേസിക് സൺ എർത്ത് സിസ്റ്റത്തിൽ എവിടെയാണ് L1 എവിടെയാണ് L2 എന്നൊക്കെയുള്ള ആ ഒരു ഐഡിയ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ റൈറ്റ് എക്സ്പ്ലനേഷൻ ആണ് നിങ്ങൾക്ക് ഈസിലി ഐഡൻറ്റിഫൈബിൾ ആണ്. സോ 15th ക്വസ്റ്റ്യൻ ആൻസർ വുഡ് ബി എ. ദാറ്റ് ഈസ് ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 is the right explanation for statement 1. So moving on to the next question. That is the RAM scheme is implemented by. So ഈ RAM scheme എന്ന് പറയുന്നത് റിപ്പീറ്റഡ്ലി ന്യൂസിലുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈസിലി ഡൂവബിൾ ആയിരുന്നൊരു ക്വസ്റ്റ്യൻ ആവണം. സോ അല്ലെങ്കിലും ലൈക്ക് മനസ്സിലാക്കുക റാമ്പ് എന്താണ്. ഓക്കെ, റാമ്പിൻ്റെ ഇപ്പോൾ ഏത് വേർഷനാണ് നിങ്ങൾക്കറിയാം. ഉജ്ജ്വല ഒരു സ്കീമാണെങ്കിൽ അല്ലെങ്കിൽ ഇതിന് ഓരോ ഫേസസ് കാണും അല്ലേ, 1.0 2.0. സോ ഇപ്പോൾ റാമ്പിൻ്റെ ഏത് പർട്ടിക്കുലർ ഫേസ് ആണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫെയിം 1.0 2.0 എന്നൊക്കെ പറയുന്ന പോലെ തന്നെ റാമ്പ് ഏത് പർട്ടിക്കുലർ വേർഷനാണ് ഇപ്പോൾ റൺ ചെയ്യുന്നത്, എന്താണ് ഇപ്പോഴത്തെ വേർഷൻ്റെ അവർ ഉദ്ദേശിക്കുന്ന എയിംസ് എന്തൊക്കെയാണ്. സോ ഇത് ബേസിക്കലി MSMEസിൻ്റെ പ്രൊഡക്ടിവിറ്റിയും അവരുടെ സ്കിൽ സെറ്റ്സും ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു പെർട്ടിക്കുലർ സ്കീമാണ് റാം സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, സോ മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്, ദാറ്റ് ഈസ് മിനിസ്ട്രി ഓഫ് MSMEs ആണ് ഈ പർട്ടിക്കുലർ സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, മൂവിങ് ഓൺ ടു ദ 17th ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റെഫറൻസ് ടു ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ. സ്റ്റേറ്റ്മെൻറ്റ് 1, GRAP is an institutionalized measure to be taken when air quality ഡിറ്റോറേറ്റ്സ്. ഓക്കെ, നിങ്ങൾ ന്യൂസിൽ ഡൽഹി എയർ പൊല്യൂഷനെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ ഈ ഗ്രാപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവാം. ഓക്കെ, ഇറ്റ് ഈസ് ബീയിങ് ഇംപ്ലിമെൻറ്റഡ് ഇൻ ഓൾ മെട്രോ സിറ്റീസ് ഡ്യൂ ടു വേഴ്സണിങ് എയർ ക്വാളിറ്റി. ഓക്കെ, അതൊരു എക്സ്ട്രീം വേർഡാണ്. സോ ഈ ഒരു സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ആക്ച്വലി റോങ് ആണെന്ന് അസ്യൂം ചെയ്താൽ ഈസിലി നമുക്ക് ആൻസറിലോട്ട് എത്തിച്ചേരാം. ദാറ്റ് ഈസ് സി. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഇൻകറക്റ്റ്. ഓക്കെ, മൂവിങ് ഓൺ ടു ദ 18th ക്വസ്റ്റ്യൻ. Consider the following reports: Emission Gap Report, Global Cooling Watch Report, Adaptation Gap Report, Global Environment Outlook. Which of the above reports are released by UNEP? ഓക്കെ, UNEP റിലീസ് ചെയ്യുന്ന റിപ്പോർട്ട്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഈ തന്നിട്ടുള്ള ആക്ച്വലി 4 റിപ്പോർട്ട്സും ആക്ച്വലി റിലീസ് ചെയ്യുന്നത് UNEP തന്നെയാണ്. സോ അവർ ആൻസർ ഈസ് ഓൾ 4. ഫാക്ച്വൽ ആണ്. സോ ഇതിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ഇൻഫർമേഷൻ നോളജ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് സോൾവ് ചെയ്യാം. അല്ലെങ്കിൽ ബെറ്റർ വൈൽഡ് ഗസസ് എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫോംഡ് ലോജിക്കൽ ട്രിക്സ് യൂസ് ചെയ്യാനോ ഒരു സ്കോപ്പില്ല. അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈസിലി ലൈക്ക് ഓൾ 4 ആർ റിലീസ്ഡ് ബൈ
United Nations Environment Program. So our answer will be C. So moving on to the 19th question, consider the following statement with respect to the tiger population in India. India is home to approximately 90% of world's tiger population. Okay, ഒരു ഡാറ്റയാണ്. ഓക്കെ, കുറച്ച് വലിയ ക്ലെയിം ആണ് അതല്ലേ. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, നാഷണൽ ടൈഗർ സെൻസസ് ഈസ് കണ്ടക്റ്റഡ് ബൈ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി എവറി 2 years. ഓക്കെ, നിങ്ങൾ ഇന്ത്യൻ ഫോറസ്റ്റ് റിപ്പോർട്ട് 2 years അത് റിലീസ് ചെയ്യുന്നത് കണ്ടാറുണ്ട്. ബട്ട് ടൈഗർ സെൻസസ് അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ന്യൂസിൽ വായിച്ചിട്ടുണ്ടോ? ഓക്കെ, അതും അവിടെ ഹോൾഡ് ചെയ്യാം. NTCA is chaired by the Prime Minister. ഓക്കെ, പ്രൈം മിനിസ്റ്റർ ആണോ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി ഹെഡ് ചെയ്യുന്നത്? ഇവിടെ ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ആക്ച്വലി ഈ 3 സ്റ്റേറ്റ്മെൻറ്റും, അതായത് ഈ 19th ക്വസ്റ്റ്യനിലെ 3 സ്റ്റേറ്റ്മെൻറ്റ്സും ഇൻകറക്റ്റ് ആണ്. ഓക്കെ, സോ 19th ക്വസ്റ്റ്യൻ 3 സ്റ്റേറ്റ്മെൻറ്റും ഇൻകറക്റ്റ് ആയതുകൊണ്ട് അവർ ആൻസർ വിൽ ബി നൺ. ഓക്കെ, ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി. Moving on to the next question. പ്രോജക്റ്റ് ടൈഗറും പ്രോജക്റ്റ് എലിഫൻറ്റും ഒക്കെ റീസെൻ്റ്ലി ന്യൂസിലുണ്ടായിരുന്നു. അതിനെ മേർജ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ന്യൂസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇനി 20th ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു സീ സ്പോഞ്ചസ്. ഓക്കെ, ഇങ്ങനെ പർട്ടിക്കുലർ സ്പീഷീസിനെ കുറിച്ചും പർട്ടിക്കുലർലി ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട സ്പീഷീസ് ആയിരിക്കും കൂടുതൽ ചോദിക്കുന്നത്. അവയെ എങ്ങനെയെങ്കിലും ഈ പറഞ്ഞ കാർബൺ സീക്വസ്ട്രേഷനോ അല്ലെങ്കിൽ പർട്ടിക്കുലർ പ്ലാങ്ക്ടൻ്റെ ഗ്രോത്തിനൊക്കെ സഹായിക്കുന്ന എന്തെങ്കിലും പർട്ടിക്കുലർ സ്പീഷീസ്, അതായത് ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട, ഗ്ലോബൽ വാർമിങ്ങുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട ഏതെങ്കിലും സ്പീഷീസ് അതുമായി ഡിസ്ട്രക്ഷൻ നേരിടുന്നതോ അല്ലെങ്കിൽ അതിനെതിരെ നമുക്ക് മിറ്റിഗേഷനോ അഡാപ്റ്റേഷനും സഹായിക്കുന്ന മാൻഗ്രൂവ്സോ അല്ലെങ്കിൽ കോറൽ റീഫ്സോ പോലെയുള്ള പർട്ടിക്കുലർ സ്പീഷീസിനെ കുറിച്ചൊക്കെയായിരിക്കും പൊതുവെ ചോദിക്കുന്നത്. സീ സ്പോഞ്ചസും വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് ആണ്. ഓക്കെ, സ്പോഞ്ചസ് ആർ ആനിമൽസ് ദാറ്റ് ലീവ് ഓൺ സീസ് ഫ്ലോർ വെയർ ദേ കളക്ട് ഫുഡ് പാർട്ടിക്കിൾസ് ഔട്ട് ഓഫ് വാട്ടർ. സോ അങ്ങനെയുള്ള സ്പീഷീസിന് ഓൾറെഡി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഫിൽട്ടർ ഫീഡേഴ്സ് എന്നുള്ള ഒരു പർട്ടിക്കുലർ കൺസെപ്റ്റ് അറിയായിരിക്കും. സ്പോഞ്ചസ് ആർ യൂസ്ഡ് ഇൻ ബോഡി കെയർ, കോസ്മെറ്റിക്സ് ആൻഡ് പെയിൻറ്റിങ്. ഒബ്വിയസ്ലി മോസ്റ്റ് ഓഫ് ദ, അതായത് സ്പീഷീസ് ആണെങ്കിൽ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് വരുമ്പോൾ അത് പ്രോബബ്ലി ശരിയാവാനായിരിക്കും ചാൻസ്. ലൈക്ക് കോസ്മെറ്റിക്സിൽ മെറ്റൽസ് അല്ലെങ്കിൽ മൈക്ക പോലുള്ള മെറ്റൽസ് യൂസ് ചെയ്യുന്നതിനെക്കുറിച്ച് അറിയായിരിക്കും. അല്ലെങ്കിൽ സ്നെയിലിൻ്റെ മ്യൂക്കസ് ചില കോസ്മെറ്റിക്സ് യൂസ് ചെയ്യുന്നതായിട്ട് അറിയായിരിക്കും. അതുപോലെ തന്നെ സ്പോഞ്ചസും യൂസ് ചെയ്യപ്പെടാനുള്ള ചാൻസസ് ആർ വെരി ഹൈ. ഓക്കെ, സ്പോഞ്ചസ് ആർ ഹൈലി വൾണറബിൾ ടു ക്ലൈമറ്റ് ചേഞ്ച് ബട്ട് സീവീഡ്സ് ക്യാൻ ടോളറേറ്റ് വാമർ ടെമ്പറേച്ചർ. സോ യൂഷ്വലി UPSC സ്റ്റേറ്റ്മെൻറ്റ്സ് ഫ്രെയിം ചെയ്യുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ലൈക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ്സിനെ ഇൻ്റർചേഞ്ച് ചെയ്യുക. അതായത് ഇവിടെ ആക്ച്വലി സീവീഡ്സ് ആർ ഹൈലി വൾണറബിൾ ടു ക്ലൈമറ്റ് ചേഞ്ച് ബട്ട് സ്പോഞ്ചസിന് ആക്ച്വലി വാമർ ടെമ്പറേച്ചേഴ്സ് ടോളറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെന്നാണ് പറയപ്പെടുന്നത്. സ്പോഞ്ചസിനെ കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽഡ് ഒരുപാട് ഇൻഫർമേഷൻ കീയിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടെ ഒന്ന് ഗോ ത്രൂ ചെയ്യുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്, തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. സോ ഇവിടെ ഹൗ മെനി ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൺ അബവ് ആർ കറക്റ്റ് എന്നാണ് 20th ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സോ അവർ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി, only 2. Okay, so moving on to the 21st question. Consider the following statements about XPOSAT. XPOSAT, X-ray polarimeter satellite, is India's second dedicated polarimetry mission to study various dynamics of bright astronomical X-ray sources in extreme conditions. The spacecraft will carry 2 scientific payloads in a low Earth orbit. It is world's first satellite-based mission dedicated to making X-ray polarimetry measurements. So ഈ 21st ക്വസ്റ്റ്യനിൽ ആക്ച്വലി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് കുറച്ച് കോൺട്രഡിക്ടറി ആണ് അല്ലേ. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് ആക്ച്വലി ഇന്ത്യ സെക്കൻഡ് ഡെഡിക്കേറ്റഡ് പൊളാരിമെട്രി മിഷൻ ആണെന്നും തേർഡ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് ആക്ച്വലി വേൾഡ്സ് ഫസ്റ്റ് സാറ്റലൈറ്റ് ബേസ്ഡ് ആണെന്നും. ഒബ്വിയസ്ലി ഇന്ത്യയുടെ സെക്കൻഡ് ആണെങ്കിൽ അത് വേൾഡിൻ്റെ സെക്കൻഡ് ആവണ്ടേ. സോ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവിടെ കോൺട്രഡിക്ടറി ആണ്. സോ ഈ ഒരു പർട്ടിക്കുലർ എക്സ്പോസാറ്റിനെ കുറിച്ച് നിങ്ങൾക്കൊരു ലൈക്ക് ഐഡിയ ഇല്ലെങ്കിലും ആ ഫസ്റ്റ് ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് അതിൽ ഏതെങ്കിലും ഒരെണ്ണോ അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടോ തെറ്റാവാനുള്ള ചാൻസസ്, കാര്യം ചിലപ്പോൾ ഇൻ്റർചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെ തെറ്റിക്കാം. സോ ആ ഒരു ചാൻസസ് ഉണ്ട്. ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ആക്ച്വലി ഈ സ്പേസ് ക്രാഫ്റ്റ് എത്ര പേലോഡ് കൊണ്ടുപോയി എന്നുള്ള ഒരു ഹാർഡ് ഫാക്ട് അറിയാമെങ്കിൽ മാത്രമേ സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവിടെ തെറ്റാണ്. ആക്ച്വലി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ കറക്റ്റാണ്. സോ ഹൗ മെനി ഓഫ് ദി അബോവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് എന്നാണ് ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് മനസ്സിലായി only one statement is correct, that is our answer will be option A.
Okay, moving on to the next question, that is 22nd question. Consider the following fertilizer components and largest producers. Obviously നമുക്കറിയാം ഫെർട്ടിലൈസർ സബ്സിഡീസ് എന്നുള്ളത് നമ്മൾ സബ്സിഡി ആക്ച്വലി GS3-ലും ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് സബ്സിഡി എന്നുള്ളത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിലും ന്യൂട്രിയൻ ബേസ്ഡ് സബ്സിഡി ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഒരു ഓപ്ഷൻ നേരത്തെ തന്നെ ഫ്രെയിം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒക്കെ അതുകൊണ്ട് തന്നെ ഫെർട്ടിലൈസറിനെ കുറിച്ച് മനസ്സിലാക്കുക, ഇന്ത്യ എത്രത്തോളം ഇമ്പോർട്ട് ഡിപ്പെൻഡൻ്റ് ആണ്, ഏതൊക്കെയാണ് നമ്മൾ മെജോറിറ്റി ആയിട്ട് അഗ്രികൾച്ചർ യൂസ് ചെയ്യുന്ന, ഡീപ്പായിട്ട് പോയില്ലേലും അവയുടെ പേരും ലൈക്ക് എത്രത്തോളം നമുക്ക് ഇമ്പോർട്ട് ഡിപ്പെൻഡൻസി ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഫോസ്ഫറസ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഇന്ത്യ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, നൈട്രജൻ ചൈന, പൊട്ടാഷ് കാനഡ. ഇൻകറക്റ്റ്ലി മാച്ച്ഡ്, ഓക്കെ, അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇൻകറക്റ്റ്ലി മാച്ച്ഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആക്ച്വലി ഇന്ത്യ ഇത്രയും ഇമ്പോർട്ട് ഡിപ്പെൻഡൻ്റ് ആണ് ഗ്ലോബൽ, ലൈക്ക് നിങ്ങൾക്കറിയാം ഉക്രൈൻ റഷ്യ ക്രൈസിസ് വന്നപ്പോഴത്തേക്കും നമ്മുടെ ഫെർട്ടിലൈസർ പ്രൈസസ് ഗ്ലോബലി കൂടിയപ്പോൾ ഇന്ത്യയിലെ ഫെർട്ടിലൈസർ സബ്സിഡിയും എബവ് 2 lakh crore പെർ ഇയർ കൂടുകയുണ്ടായി. ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ കഴിഞ്ഞ ഈ ഒരാഴ്ചയിലെ ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ വർഷം ലൈക്ക് ഗ്ലോബലി അത് കൂൾ ഡൗൺ ചെയ്തുകൊണ്ടും ഇന്ത്യ പല രാജ്യങ്ങളുമായിട്ടും ലോങ് ടേം കോൺട്രാക്ട്സ് അതിനുശേഷം സൈൻ ചെയ്തതുകൊണ്ടും ചില പെർട്ടിക്കുലർ നമ്മൾ നാനോ യൂറിയ പ്രൊമോട്ട് ചെയ്യുന്നു, അതുപോലെ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ ഒരുപാട് അഗ്രികൾച്ചർ യൂറിയ പ്ലാന്റ്സ് ഒക്കെ റിവൈവ് ചെയ്യുന്നു. ഇതൊക്കെ ഈ ഒരു പർട്ടിക്കുലർ ഫെർട്ടിലൈസർ കമ്പോണൻറ്റ് നമ്മൾ എത്രത്തോളം സബ്സിഡി കൊടുക്കുന്നു എന്നുള്ള ആ ഒരു കോണ്ടെക്സ്റ്റിൽ കാണണം. സോ ഇന്ത്യ ഫോസ്ഫറസിൻ്റെ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആണെന്നുള്ള ഈ ഓപ്ഷൻ തെറ്റാണ്. ബട്ട് സെക്കൻഡ് ആൻഡ് തേർഡ് ആർ ആക്ച്വലി റൈറ്റ്. ഓക്കെ, ചൈനയാണ് നൈട്രജനിലെ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ. പൊട്ടാഷ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് കാനഡയിലാണ്. ഫോസ്ഫറസ് ആക്ച്വലി ഇറ്റ്സ് മൊറോക്കോ എന്നുള്ള ആ ഒരു ചെറിയ രാജ്യം, നിങ്ങൾ മാപ്പ് നോക്കുകയാണെങ്കിലുള്ള ആ ഒരു കൺട്രിയാണ് വേൾഡിലെ ഏറ്റവും വലിയ ഫോസ്ഫറസ് പ്രൊഡ്യൂസർ എന്നുള്ളത്. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ ഇൻകറക്റ്റ്ലി മാച്ച്ഡ് ആണ് 22nd ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സോ ഓൺലി 1 pair ഈസ് ഇൻകറക്റ്റ്ലി മാച്ച്ഡ്. സോ ദ ആൻസർ വുഡ് ബി ഓപ്ഷൻ എ, 1 pair. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 23rd question. Consider the following statement about സുകന്യ സമൃദ്ധി അക്കൗണ്ട് സ്കീം. സോ ഗവൺമെൻറ് ഫ്ലാഗ്ഷിപ്സ് ആയ കുറേ പ്രോഗ്രാംസ് ഉണ്ട്. സോ ഗവൺമെൻറ്, ഈ പെർട്ടിക്കുലർ ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള വൺ ഓഫ് ദ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ് സുകന്യ സമൃദ്ധി അക്കൗണ്ട് എന്നുള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ദ പേരൻറ് ഓർ ഗാർഡിയൻ ഓഫ് എ ഗേൾ ചൈൽഡ് ഹു ഈസ് 18 years ഓഫ് ഏജ് ഓർ ഓൾഡർ ക്യാൻ ഓപ്പൺ എ അക്കൗണ്ട് അണ്ടർ ദിസ് സ്കീം. സോ ഇവിടെ ഗേൾ ചൈൽഡ് എന്ന് പറഞ്ഞതിന് ശേഷം ഹു ഈസ് 18 years ഓഫ് ഏജ് ഓർ ഓൾഡർ എന്ന് പറയുന്നതിൽ ആക്ച്വലി ആ കോൺട്രഡിക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസിലി എലിമിനേറ്റ് ചെയ്യാം. ഇറ്റ് ഈസ് എ സേവിംഗ് സ്കീം ക്രിയേറ്റഡ് ടു ബെനിഫിറ്റ് ഗേൾ ചിൽഡ്രൻ, ഒബ്വിയസ്ലി അണ്ടർ ദ ഇനിഷ്യേറ്റീവ് ഓഫ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. യെസ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൺ അബവ് ആർ കറക്റ്റ് എന്നാണ് 23rd ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓൺലി ദ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. സോ അവർ ആൻസർ വിൽ ബി B2 only. Okay, moving on to the next question. Consider the following statements. Biofuels are usually liquid fuels created using organic materials. Typical materials used to make biofuels are sugarcane, corn, soybeans. Brazil is the largest producer of biofuels in the world. All the G20 nations are members of Global Biofuel Alliance. So Global Biofuel Alliance recently launched ചെയ്യപ്പെട്ടത് നിങ്ങൾക്കറിയാം. Okay, so all the G20 nations, kind of ഒരു extreme wording ആണ്. സോ അത് ആക്ച്വലി നിങ്ങൾക്ക് വേണമെങ്കിൽ എലിമിനേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം. ഇനി ഫസ്റ്റ് രണ്ടും ഓക്കെ, നിങ്ങൾക്ക് ബയോ ഫ്യൂവൽസിനെ കുറിച്ച് ഒബ്വിയസ്ലി മോസ്റ്റ് ഓഫ് ദ ഫ്യൂവൽസ് ആർ ലിക്വിഡ് ഫ്യൂവൽസ് അല്ലേ. സോ ആ ഒരു ബേസിക് ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് വേണേൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റൈറ്റ് ആണെന്ന് അസ്യൂം ചെയ്യാം. ബയോ ഫ്യൂവൽസ് കൂടുതൽ നിങ്ങൾ ഷുഗർ കെയിനുമായിട്ടായിരിക്കും കേട്ടിട്ടുള്ളത്. ഒബ്വിയസ്ലി ഷുഗർ കെയിൻ ഉണ്ട്, കോൺ, സോയ് ബീൻസ്. ഓക്കെ, മാത്രമല്ല ഓർഗാനിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നതുകൊണ്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് അതുമായിട്ട് കോംപ്ലിമെൻ്ററി ആണ്. ലൈക്ക് ഷുഗർ കെയിൻ, കോൺ, സോയ് ബീൻസ് ആർ ഓർഗാനിക് മെറ്റീരിയൽസ്, റൈറ്റ്. സോ ഫസ്റ്റ് രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ്. ഇൻ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, ബ്രസീൽ ഇസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ബയോഫ്യൂൽസ് ഇൻ ദ വേൾഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒബ്വിയസ്ലി നിങ്ങൾ ന്യൂസിൽ ഒരുപാട് ബ്രസീലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. കാര്യം ഗ്ലോബൽ ബയോഫ്യൂൽ അലയൻസിൽ ബ്രസീൽ ഒരു പാർട്ടാണ്. ഇന്ത്യക്ക് ഒരുപാട് ഈ പറയുന്ന എത്തനോൾ ബ്ലെൻഡിങ്ങിൻ്റെ ടെക്നോളജീസൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള എഗ്രിമെൻറ്റ്സ് ഇന്ത്യയും ബ്രസീലുമായിട്ട് ഇൻ ദ പ്രോസസ് ഓഫ് സൈനിങ് ആയിരുന്നു. അതുപോലെ തന്നെ ബ്രസീൽ ഷുഗർ കെയിൻ്റെ ഷുഗറിൻ്റെ വേൾഡിലെ ലാർജസ്റ്റ് പ്രൊഡ്യൂസറാണ്. വേൾഡ്സ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ. ഇന്ത്യ ലാസ്റ്റ് ഇയർ വന്നു, ബട്ട് സ്റ്റിൽ ഈ വർഷം വീണ്ടും ബ്രസീൽ തന്നെയാണ് വേൾഡ്സ് ലാർജസ്റ്റ് ഷുഗർ പ്രൊഡ്യൂസർ. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ ബ്രസീൽ ആവാമെന്ന് അസ്യൂം ചെയ്യാൻ ചാൻസസ് കൂടുതലാണ്. ബട്ട് ആൻസർ ഈസ് USA ആണ്. ഓക്കെ, തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്.
How many of the statements above are correct എന്നാണ് ചോദിച്ചിരിക്കുന്നത്? Answer is only 2B. Okay, moving on to the next question. 25th question. Consider the following statements. Bureau of Indian Standards has implemented mandatory hallmarking, assigning a unique hallmarking unique ID number for authenticity verification through the BizCare app. Statement 2. India's hallmarking scheme applies to gold, silver and platinum, aiming to protect the public from adulteration and ensure manufacturers adhere to legal finest standards. Okay, so ഈ particular questionൽ first statement actually BizCare ആപ്പിനെ കുറിച്ചും ഹോൾ മാർക്കിങ്ങിനെ കുറിച്ചും. സോ നിങ്ങൾ പർട്ടിക്കുലർ ഈ ഹോൾ മാർക്കിംഗ് എന്താണെന്ന് അറിയില്ലെങ്കിലും നിങ്ങൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഒരു ജ്വല്ലറിയുടെ അഡ്വർടൈസ്മെൻറ്റിൽ അവിടെ ഹോൾ മാർക്കിങ്ങിനെ കുറിച്ച് സംസാരിക്കും. സോ സംതിങ് ഒരു ക്വാളിറ്റി എൻഷുർ ചെയ്യുന്ന സാധനമാണെന്ന് നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾ ന്യൂസിൽ അല്ലെങ്കിൽ കാനയിലോ എവിടെയെങ്കിലും ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിലും അതും ഫൈൻ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആക്ച്വലി കറക്റ്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ ആക്ച്വലി ഗോൾഡ് ആൻഡ് സിൽവർ മാത്രമേ ഉള്ളൂ. സോ പ്ലാറ്റിനം ഇല്ല. ഓക്കെ, സോ അത് ആണ് ആ പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റിനെ റോങ് ആക്കുന്നത്. സോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണെന്ന് നമുക്ക് വന്നാൽ ഈസിലി ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ അസേർഷൻ റീസൺ ക്വസ്റ്റ്യനിൽ നമുക്ക് ആൻസറിലോട്ട് എത്തിച്ചേരാം. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി. ദാറ്റ് ഈസ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. ദ ടേംസ് ബർട്ട് T5 ഓഫൺ സീൻ ഇൻ ന്യൂസ് ആർ. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഏതൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യും? ഓക്കെ, ന്യൂസിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിലെ ഹോട്ട് ടോപ്പിക് ഏതാണ്? ഒബ്വിയസ്ലി AI തന്നെയാണ് അല്ലേ? സോ AI ആയിട്ട് ബന്ധപ്പെട്ട ഓപ്ഷൻ ഏതാണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട്. ദാറ്റ് ഈസ് ലാർജ് ലാംഗ്വേജ് മോഡൽസ്. BERT and T5 are large language models. Okay, so moving on to the next question. Consider the following statements about PM Vishwakarma scheme. Okay, benefits under the scheme shall be restricted to one member of the family, an artisan or craft person working with hands and tools, and should be engaged in one of the 18 recognized family-based traditional trades. Boat making is one of the recognized family-based traditional trade under the scheme. Okay, so PM Vishwakarma scheme അതൊരു ഇമ്പോർട്ടൻറ്റ് സ്കീമാണ്. ഈ വർഷം ലാസ്റ്റ് ഇയർ ലോഞ്ച് ചെയ്ത ഒരു ഇമ്പോർട്ടൻറ്റ് സ്കീമാണ്. സോ അതിൻ്റെ ബേസിക് കമ്പോണൻസ് കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരു ഫാമിലിയിൽ ഒരാൾക്ക് മാത്രമേ അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടൂ. ലൈക്ക് ബോത്ത് ഫാദർ ആൻഡ് സൺ അല്ലെങ്കിൽ ഫാദർ ആൻഡ് ഡോട്ടർ, മദർ ആൻഡ് ഡോട്ടർ ഈ ഒരു പർട്ടിക്കുലർ അവരുടെ ഫാമിലി ബേസ്ഡ് ഈ 18 ട്രേഡ്സ് ആക്ച്വലി റെക്കഗ്നൈസ്. ദാറ്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. ഓക്കെ, സോ 18 ട്രേഡ്സ് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 18 ട്രേഡ്സിൽ ഒരു ഫാമിലിയിൽ ഒരാൾക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഗവൺമെൻറ് എംപ്ലോയിഡ് ആയിട്ടുള്ള ഒരാളുടെ സ്പൗസിന് ഈ പർട്ടിക്കുലർ ബെനിഫിറ്റ്സ് കിട്ടില്ല. അങ്ങനെ ഈ ഒരു പർട്ടിക്കുലർ നിങ്ങൾക്കറിയാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുമ്പോഴത്തേക്കും ആധാറിനെ കുറിച്ചാണേലും ഒക്കെ ഇതേപോലെ ആ ഒരു പർട്ടിക്കുലർ സ്കീം ബേസ് ചെയ്ത് അതിൻ്റെ ബെനിഫിഷ്യറീസ് ആരാണ്. ഓക്കെ, ഈവൻ നമുക്ക് ലൈക്ക് നാൽസ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് സ്കീം ആയതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഇയർ ബേസ് ചെയ്തൊരു ലോഞ്ച് ചെയ്തൊരു സ്കീം ആയതുകൊണ്ട് തന്നെ ആരൊക്കെ ഇതിന് എലിജിബിൾ ആണെന്ന് ജസ്റ്റ് ഒരു ബ്രീഫ് ഐഡിയ ഉണ്ടാക്കി വയ്ക്കുക. ഓക്കെ, ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഓപ്ഷൻസിൽ സ്പൗസ് ഓഫ് എ പേഴ്സൺ ഹൗ ഹാസ് എ ഗവൺമെൻറ് ജോബ് അങ്ങനെ ഒരു ഓപ്ഷൻ ഈസ് ഹി ഓർ ഷി എലിജിബിൾ. സോ ആ ഒരു തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഇവരുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ അതിൻ്റെ സ്കീമിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ ഒന്ന് ഇമ്പോർട്ടൻറ്റ് സ്കീംസിൻ്റെ ലൈക്ക് എല്ലാ സ്കീംസിൻ്റെ അല്ല, റീസെൻ്റായിട്ട് ലോഞ്ച് ചെയ്തൊരു സ്കീം ആയതുകൊണ്ട് PM വിശ്വകർമ്മ സ്കീമിനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കി നിങ്ങളുടെ നോട്ട്സിലൊക്കെ വെച്ചേക്കുക. ഓക്കെ, ആക്ച്വലി ബെനിഫിറ്റ്സ് അണ്ടർ ദ സ്കീം ഷാൽ ബി റെസ്ട്രിക്റ്റഡ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും തേർഡ് സ്റ്റേറ്റ്മെൻറ്റും ആക്ച്വലി 27th ക്വസ്റ്റ്യനിൽ കറക്റ്റാണ്. സോ അവർ ആൻസർ വിൽ ബി C all 3. Okay, 28th question. യൂഷ്വലി കറണ്ട് അഫെയർസ് ടെസ്റ്റിൽ മാർക്ക് സ്കോർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാര്യം മറ്റ് നമുക്ക് ലൈക്ക് കറണ്ട് അഫെയർ എന്ന് പറയുമ്പോൾ റീസെൻ്റ്ലി നടന്ന കാര്യമാണ്, എവിടെ നിന്ന് വേണേൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും ചെയ്യാം. സോ ലൈക്ക് നിങ്ങൾക്ക് ഡൂവബിൾ അല്ല എന്ന് കണ്ട് നിങ്ങൾ ലൈക്ക് അതിനെക്കുറിച്ച് ആലോചിച്ച് വറി ചെയ്യുന്നതിന് പകരം ക്വസ്റ്റ്യനെ കുറിച്ച് പഠിക്കുക, കീ നല്ലപോലെ പഠിക്കുക. ഓക്കെ, നിങ്ങൾ അതിൽ നിന്ന് എന്താണ് ടേക്ക് അവേ എടുക്കുന്നതെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. 28th question. Setting up of Indian universities in foreign nations, improving the quality of higher education in the country, attracting the most talented scientists and entrepreneurs, creating a platform which enables the students to interact with faculty. How many of the above are objectives of GIAN, Global Initiative for Academic Network?
സോ ഒരു കറണ്ട് അഫെയർ ബേസ് ചെയ്ത് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ സ്കീമിനെ കുറിച്ച് അറിയാമെങ്കിൽ മാത്രം സോൾവബിൾ ആണ്. ഓക്കെ, ഈ ആക്ച്വലി സെറ്റിംഗ് അപ്പ് ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ഇൻ ഫോറിൻ നേഷൻസ് എന്നുള്ളത് ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് ഫോർ അക്കാഡമിക് നെറ്റ്വർക്കിൻ്റെ ഒരു ക്രൈറ്റീരിയ അല്ല. സോ 28th ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഒഴിച്ച് ബാക്കി 3 സ്റ്റേറ്റ്മെൻറ്റ്സും ആക്ച്വലി കറക്റ്റാണ്. സോ our answer will be only 3, that is option C. Moving on to the next question, 29th question. Consider the following statements with reference to consumer confidence index. First statement, the consumer confidence index measures the degree of optimism of a group of buyers in the economy. Statement 2, if the degree of optimism is high, then economic growth is expected. Okay, assertion and reason type question ആണ്. കൺസ്യൂമർ കോൺഫിഡൻസ് ഇൻഡെക്സ് ആരാണ് റിലീസ് ചെയ്യുന്നത്? RBI. ഓക്കെ, കൺസ്യൂമർ കോൺഫിഡൻസ് ഇൻഡെക്സ് മെഷേഴ്സ് ദ ഡിഗ്രി ഓഫ് ഒപ്റ്റിമിസം ഓഫ് എ ഗ്രൂപ്പ് ഓഫ് ബയേഴ്സ് ഇൻ ദ എക്കണോമി. ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആക്ച്വലി കറക്റ്റ്. ഇഫ് ദ ഡിഗ്രി ഓഫ് ഒപ്റ്റിമിസം ഈസ് ഹൈ, then economic growth is expected. Obviously, degree of growth, like ആ ഒരു ഒപ്റ്റിമിസം കൂടുതലാണെങ്കിലല്ലേ സപ്ലയേഴ്സും ലൈക്ക് ബയേഴ്സ് there will be aggregate demand in the economy. When there is aggregate demand in the economy is bound to grow. I mean mostly bound to grow അല്ലേ? സോ there could be economic growth. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു പർട്ടിക്കുലർ കൺസ്യൂമർ കോൺഫിഡൻസ് ഇൻഡെക്സ് ട്രാക്ക് ചെയ്യുന്നത്. ഒരു മെയ്ഡേ പ്രതീക്ഷിച്ചുകൊണ്ട് ആൾക്കാർ സേവ് ചെയ്യുകയാണോ, അല്ലെങ്കിൽ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് ആൾക്കാർ സ്പെൻഡ് ചെയ്യുകയാണോ എന്നൊക്കെയുള്ള ആ ഒരു ബേസിക് ഐഡിയ ഈ ഒരു പർട്ടിക്കുലർ ഇൻഡെക്സിൽ നിന്നും RBI റിലീസ് ചെയ്യുന്ന ഇൻഡെക്സിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. സോ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് ആൻഡ് ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് റൈറ്റ് എക്സ്പ്ലനേഷനുമാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്. സോ അവർ ആൻസർ വിൽ ബി ഓപ്ഷൻ A. That is, both statement 1 and 2 are correct and statement 2 is the correct explanation of statement 1. Moving on to the next question, 30th question. In this space mission, 2 spacecraft are launched to perform complex and autonomous docking operations in orbit, which have application in human space flight. Which of the following is the mission? Okay, obviously നിസാർ മിഷൻ നിങ്ങൾ എലിമിനേറ്റ് ചെയ്ത് കാണും അല്ലേ? നിങ്ങൾ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ നിസാർ മിഷൻ ആക്ച്വലി ന്യൂസിലുണ്ടായിരുന്നു. ഓക്കെ, ബാക്കി 3 ഹേര, സ്ലിം, സ്പേഡെക്സ് എന്നുള്ളത്. സ്ലിം ആക്ച്വലി ഈ റീസെൻ്റ്ലി കഴിഞ്ഞ ഒരു 2-3 ഡേയ്സിലെ ന്യൂസ് പേപ്പറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതും ചിലപ്പോൾ ലൂണാർ ആയിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട്, സോഫ്റ്റ് ലാൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് സ്ലിം നിങ്ങൾ എലിമിനേറ്റ് ചെയ്യും. ഇനി ഹേര മിഷൻ ആൻഡ് സ്പേഡസ് മിഷൻ ആയിരിക്കും നിങ്ങൾ സോൾവ് ചെയ്തപ്പോൾ നിങ്ങൾ ലാസ്റ്റ് എത്തിച്ചേർന്ന 2 ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഹേര ആക്ച്വലി ESAയുടെ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ആസ്ട്രോയിഡ് ഡിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ മിഷനാണ്. അവർ ആൻസർ ഈസ് സ്പേഡെക്സ് ഓഫ് ISRO. ഓക്കെ, 30th ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ D ആണ്. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 31st ക്വസ്റ്റ്യൻ, സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി. Consider the following statement with reference to central bank digital currency. CBDC is a legal tender and it's direct liability of the central bank. Statement 2, it is the same as fiat currency and is exchangeable 1-to-1 with the fiat currency. Okay, സോ ഈ ഒരു CBDC എന്നുള്ള ടോപ്പിക്കും ലൈക്ക് പ്രീവിയസ് ടെസ്റ്റുകളിൽ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ബട്ട് സ്റ്റിൽ ഇത് വീണ്ടും ന്യൂസിൽ വരുന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പർട്ടിക്കുലർ ടോപ്പിക്കാണ്. ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ആക്ച്വലി നിങ്ങൾക്ക് അറിയായിരിക്കും ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. ഓക്കെ, എന്താണ് ലീഗൽ ടെൻഡർ എന്ന് ആക്ച്വലി ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. സെൻട്രൽ ബാങ്കിൻ്റെ ലയബിലിറ്റി ആണ്. യെസ്, ഇറ്റ്സ് ദ സെയിം ആസ് എ ഫിയറ്റ് കറൻസി. എന്താണ് ഫിയറ്റ് കറൻസി? ആൻഡ് ഈസ് എക്സ്ചേഞ്ചബിൾ 1-to-1 വിത്ത് ദ ഫിയറ്റ് കറൻസി. ലൈക്ക് ബിറ്റ് കോയിൻസ് ഒരു ഫിയറ്റ് കറൻസി ആണോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഒബിയസ്ലി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓൾസോ കറക്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. സോ അവർ ആൻസർ വിൽ ബി ഓപ്ഷൻ A. Okay, moving on to the next question. Consider the following: treating data equally, slowing down access speeds, blocking content for some users, non-discrimination of data, paid prioritization. Which of them does not come under concept of net neutrality എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഒരു ബേസിക് ലോജിക്ക് വെച്ച് നെറ്റ് ന്യൂട്രാലിറ്റി, സോ എല്ലാവർക്കും ന്യൂട്രൽ ആയിരിക്കണം ഇൻ്റർനെറ്റ് എന്നുള്ള ആ ഒരു പർട്ടിക്കുലർ കൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഓപ്ഷൻസിനെ ഏതൊക്കെ വരില്ല എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡസിൻ കം ആണ് ചോദിച്ചിരിക്കുന്നത്. ട്രീറ്റിംഗ് ഡാറ്റ ഈക്വലി, യെസ്, അത് വരേണ്ടതാണല്ലോ. സ്ലോയിങ് ഡൗൺ ആക്സസ് സ്പീഡ്സ് സ്ലോ ഡൗൺ ചെയ്യുന്ന ഒരിക്കലും നെറ്റ് ന്യൂട്രാലിറ്റിയുടെ ഭാഗമാവില്ല. സോ
2. Blocking content for some users. No. 3. Non-discrimination of data. Yes. ഡാറ്റ ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടാൻ പാടില്ല. എല്ലാവരെയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടണം. ആർക്കും ഒരു പ്രത്യേക സ്പീഡോ മറ്റും ഉള്ളവർക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാറ്റഗറിക്ക് സ്പെഷ്യൽ സ്പീഡ്സും മറ്റു കാര്യങ്ങളും അൺലെസ് ലൈക്ക് നെറ്റ് ന്യൂട്രാലിറ്റി എന്നുള്ള ഒരു കൺസെപ്റ്റിനെ കുറിച്ചൊരു ധാരണയുണ്ടെങ്കിൽ ഈസിലി ഡൂവബിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ലൈക്ക് ഈസിലി ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നേ ഉള്ളൂ ആ പർട്ടിക്കുലർ ഓപ്ഷൻസ്. ബട്ട് ഇവിടുത്തെ ക്യാച്ച് ഡസൻ കം അണ്ടറാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നോൺ ഡിസ്ക്രിമിനേഷൻ ഓഫ് ഡാറ്റ. ഒബ്വിയസ്ലി നോൺ ഡിസ്ക്രിമിനേഷൻ ഡാറ്റ ഈസ് പാർട്ട് ഓഫ് കൺസെപ്റ്റ് ഓഫ് നെറ്റ് ന്യൂട്രാലിറ്റി അല്ലേ. പെയ്ഡ് പ്രയോറിറ്റൈസേഷൻ. ഓക്കെ, 5. 2, 3, 5 ആണ് നെറ്റ് ന്യൂട്രാലിറ്റി എന്നുള്ള ആ ഒരു പർട്ടിക്കുലർ തീമിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ കീഴിൽ വരാത്തത്. സോ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ബി. 32nd ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി. ഇനി 33rd ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണെങ്കിൽ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ഡാർക്ക് മാറ്റർ. Dark matter is hypothesized to be responsible for the observed acceleration of the universe expansion. Okay, approximately 27% of universe mass energy content is dark matter. So ഇതെങ്ങനെ എന്തുകൊണ്ടാണ് ഇപ്പോൾ കറണ്ട് അഫെയറിൽ ഈ ഒരു പർട്ടിക്കുലർ ഡാർക്ക് മാറ്റർ ഡാർക്ക് എനർജിയെ കുറിച്ച് ന്യൂസിൽ വന്നതെന്നുള്ളത് കീഴിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഡാർക്ക് മാറ്ററിനെ കുറിച്ചും ഡാർക്ക് എനർജിയെ കുറിച്ചും പ്രീവിയസ്ലി യു പി എസ് സിയുടെ മറ്റ് എക്സാമുകളിലും ചോദിച്ചിട്ടുണ്ട്. ആക്ച്വലി അഗ്രികൾച്ചർ ഫോറസ്റ്റ് സർവീസിൻ്റെ ഒരു മെയിൻസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സോ ഒബ്വിയസ്ലി അതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയതുകൊണ്ടായിരിക്കുമല്ലോ യു പി എസ് സി ചോദിച്ചിരിക്കുന്നത്. സോ ഡാർക്ക് മാറ്ററിനെ കുറിച്ചും ഡാർക്ക് എനർജിയെ കുറിച്ചും ഒരു ഐഡിയ ഉണ്ടാകുക. ആക്ച്വലി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. ഓക്കെ, ഡാർക്ക് മാറ്റർ അല്ല, ഡാർക്ക് എനർജിയാണ് യൂണിവേഴ്സിൻ്റെ എക്സ്പാൻഷന്, ഒബ്സർവ്ഡ് ആക്സിലറേഷൻ ഓഫ് ദ യൂണിവേഴ്സ് എക്സ്പാൻഷന് കാരണമാകുന്നതെന്നാണ് ലൈക്ക് നാസ പോലുള്ള വെബ്സൈറ്റുകളുടെ ക്രെഡിബിൾ സോഴ്സിൽ നിന്ന് പറയപ്പെടുന്നത്. ആക്ച്വലി ഇതൊരു ഡാറ്റ ആണെങ്കിലും അപ്രോക്സിമേറ്റ്ലി എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ക്രെഡിബിൾ സോഴ്സിൽ നിന്ന് എടുത്തതാണെന്ന് നമുക്ക് അനുമാനിക്കാം. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആക്ച്വലി റൈറ്റ്. സോ ഇവിടെ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 33rd ക്വസ്റ്റ്യൻ്റെ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി, 2 only. ഓക്കെ, മൂവിങ് ടു 34th question. Consider the following statements. The PM Janman scheme has a component of establishing 110 Vikas Kendras. PM Janman scheme റീസെൻറ്റ് കറണ്ട് അഫെയർ ആണ്. സോ ആ നേരത്തെ നമ്മൾ PM വിശ്വകർമ്മ സ്കീമിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ PM ജന്മൻ സ്കീം ഇപ്പോൾ റീസെൻ്റ്ലി ലോഞ്ച്ഡ് ആയതാണ്. സോ അതിനെക്കുറിച്ച് ബേസിക് ഐഡിയ ഉണ്ടാക്കുക. Under the Palna scheme, provision of Anganwadi cum crutches has been introduced for children aging from 3 months to 3 years. Okay, accreditation of non-accredited institutions is a key component of PM Usha scheme. So 3 ഗവൺമെൻറ് സ്കീംസിനെ കുറിച്ചാണ് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സോ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഒഴിച്ച് ബാക്കി 2 സ്റ്റേറ്റ്മെൻറ്റ്സും ആക്ച്വലി ദേ ആർ ട്രൂ. ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് റോങ്. സോ അവർ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി, 1 and 3 only. That is B. Moving on to the 35th question. 35th question is about Indian Regional Navigation Satellite System. It consists of 3 geostationary Earth orbit satellites and 4 geosynchronous orbit satellites. It covers India and a region extending 1500 kilometer around it. So ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ IRNSSനെ കുറിച്ച് ചോദിച്ചിട്ടുമുണ്ട്. സോ ലൈക്ക് ഇപ്പോൾ റീസെൻ്റ്ലി ഡിവൈസസിൽ IRNS യൂസ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് നഡ്ജ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് വീണ്ടും ന്യൂസിൽ വന്നു. സോ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പർട്ടിക്കുലർ കൺസെപ്റ്റ് നിങ്ങൾ ബ്രഷപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. സോ ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം 35th ക്വസ്റ്റ്യനിൽ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതൊക്കെയാണ് റൈറ്റ് എന്ന് നോക്കാം. നിങ്ങൾ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ന്യൂസിൽ ഇതിനെക്കുറിച്ച് കാനയിൽ ഇതിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ടെങ്കിലും ആക്ച്വലി ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് അല്ലേ. സോ ആൻസർ വിൽ ബി ബോത്ത് 1 and 2. Moving on to the next question. Consider the following statements with reference to the Global Partnership for Artificial Intelligence. Membership is open to all countries. All countries എന്നുള്ളത് ഒരു ലൈക്ക് കൺഫ്യൂസിങ് വേർഡ് ആയിരിക്കും അല്ലേ. The recent UFA declaration is associated with GPAI. GPAI is hosted by OECD. Both India and China are part of this multilateral grouping. How many of the statements given above are correct? So global partnership on artificial intelligence അതിനെക്കുറിച്ചൊരു ബേസിക് ഐഡിയ ഉണ്ടാക്കുക. ഓക്കെ, അത് ആക്ച്വലി ഹോസ്റ്റ് ചെയ്യുന്ന OECD ആണ്. യെസ്, ബട്ട് ഊഫ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലേ. സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. ചൈന, ഇന്ത്യ
ബോത്ത് ചൈന ആൻഡ് ഇന്ത്യ. സോ ഇത് ഈസിലി തെറ്റിക്കാൻ പറ്റുന്ന രീതിയിൽ ഫ്രെയിം ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ബട്ട് ആക്ച്വലി ഇത് നിങ്ങൾക്ക് അറിഞ്ഞാൽ പറ്റും ചൈന പാർട്ടല്ല. ഓക്കെ, സോ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓൾസോ റോങ്. മെമ്പർഷിപ്പ് ഈസ് GPA ഈസ് ഓപ്പൺ ടു ഓൾ കൺട്രീസ് എന്നുള്ളത് ആക്ച്വലി ഓൾ കൺട്രീസ് യെസ്, ബട്ട് ഇറ്റ്സ് ഓപ്പൺ ടു ഓൾ കൺട്രീസ്. ഓക്കെ, സോ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ 36 ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും തേർഡ് സ്റ്റേറ്റ്മെൻറ്റും മാത്രമാണ് കറക്റ്റ്. And the second statement and fourth statements are incorrect. So our answer will be option B, only 2. Okay. Moving on to the next question. Consider the following diseases: dengue, chikungunya, leprosy, rabies, malaria. Which of them are classified as neglected tropical disease by World Health Organization? Okay, idum neglected tropical disease endana? ലൈക്ക് എന്തുകൊണ്ടാണ് അതിനെ നെഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ ഡിസീസ് എന്ന് പറയുന്നത്? വൾണറബിൾ കമ്മ്യൂണിറ്റീസിനും മാർജിനലൈസ് സെക്ഷൻസിനും പുവർ പീപ്പിളിന് കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന പൊതുവെ ട്രോപ്പിക്കൽ റീജിയണിലുള്ള പുവർ കൺട്രീസിലെ ആൾക്കാരെയാണ് ഇതൊക്കെ അഫക്റ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ ലൈക്ക് മോസ്റ്റ്ലി നിങ്ങൾക്ക് 1 2 3 4 5 കുത്താനുള്ള ടെൻഡൻസി കാണും. ബട്ട് ആക്ച്വലി WHO പറയുന്നതനുസരിച്ച് മലേറിയ ഈസ് നോട്ട് പാർട്ട് ഓഫ് ഇറ്റ്. ഓക്കെ, സോ 1 2 3 4 ഇവിടെ പ്രിസൈസ്ലി ചോദിച്ചിരിക്കുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. സോ 1 2 3 4 ഈസ് ദ റൈറ്റ് ആൻസർ. സോ 37th ക്വസ്റ്റ്യൻസ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. 38th ക്വസ്റ്റ്യൻ. പ്രധാനമന്ത്രി അനുസൂചിത് ജാതി അഭുദയ് യോജന PM Ajay is a 100% centrally sponsored scheme implemented since 2021-22. PM Ajay scheme is associated with. Okay, 38th ക്വസ്റ്റ്യനിൽ PM Ajay സ്കീമിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു പർട്ടിക്കുലർ സ്കീമിനെ കുറിച്ച് അറിയാമെങ്കിൽ ഈസിലി സോൾവബിൾ ആണ്. അറിയില്ലെങ്കിൽ വേർഡ് ഡീകൺസ്ട്രക്ഷൻ വഴി അനുസൂചിത് ജാതി ഓക്കെ അങ്ങനെയൊക്കെ ആലോചിച്ച് ഇംപ്രൂവിങ് സോഷ്യോ എക്കണോമിക് പാരാമീറ്റേഴ്സ് ഓഫ് ST കമ്മ്യൂണിറ്റി. സോ ഈ രണ്ട് ഏതെങ്കിലും ആയിട്ട് ബന്ധപ്പെട്ടതാവാനാണ് ചാൻസസ് കൂടുതൽ അല്ലേ? സോ ആക്ച്വലി 38th ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, റെഡ്യൂസിങ് പോവർട്ടി എമംഗ് SC കമ്മ്യൂണിറ്റി എന്നുള്ളതാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ടേം മോക്സി ഓഫൺ സീൻ ഇൻ ന്യൂസ് ഈസ്. ഈ ആക്ച്വൽ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഈ മോക്സി എന്താണെന്ന് അറിയില്ലെങ്കിലും ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് വേർഡ് ഡീകൺസ്ട്രക്ട് ചെയ്ത് നോക്കാം. ഒരു M വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു ആൻഡ് ദർ ഇസ് ആൻ OX. ഓക്കെ, ദർ ഇസ് ആൻ M, ദർ ഇസ് ആൻ OX. ഓക്കെ, ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ മൂണിനെ കുറിച്ച് സംസാരിക്കുന്നു, ഓക്കെ മാർസിനെ കുറിച്ച് സംസാരിക്കുന്നു അല്ലേ? സോ സ്റ്റാർട്ടിങ് പൊതുവെ ഏതെങ്കിലും ഒരു മിഷൻസ് ഒക്കെ പറയുമ്പം സ്റ്റാർട്ട് ചെയ്യുന്നതിനെ മാർസ് ഓർബിറ്റർ മിഷൻ അല്ലെങ്കിൽ മൂൺ മംഗൾയാൻ. സോ ആ ഒരു പർട്ടിക്കുലർ എവിടെ എന്തിനെയാണോ അത് ക്യാറ്റർ ചെയ്യുന്നത് എന്താണോ അതിൻ്റെയും അവിടെ വെച്ചായിരിക്കും പൊതുവെ ഈ പറയുന്ന ടേംസ്. ആക്ച്വലി 4 സ്റ്റേറ്റ്മെൻറ്റ്സ് നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്തോ ഒരു സയൻസ് എക്സ്പെരിമെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ മോക്സി എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ നിന്ന് നിങ്ങൾ വേർഡ് ഡീകൺസ്ട്രക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ദെൻ ദർ ഇസ് ആൻ OX ആൻഡ് ഹിയർ ദർ ഇസ് ആൻ ഓക്സിജൻ ആൻഡ് ഓക്സിജൻ ഹാസ് OX. സോ ഇങ്ങനെ നിങ്ങൾ വേർഡ് ഡീകൺസ്ട്രക്ട് ചെയ്ത് നിങ്ങൾ അങ്ങനെ ഗസ് ചെയ്ത് ഓപ്ഷനെ കുത്തി ഇനി അതാണോ ശരിയെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. 39th ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 40th ക്വസ്റ്റ്യൻ. ന്യൂക്ലിയർ എനർജി. ഓക്കെ, നമ്മുടെ നെറ്റ് സീറോ ടാർഗറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത്. ഇപ്പോൾ ന്യൂക്ലിയർ എനർജി റീസെൻറ്റ് COP28 വളരെ വളരെയധികം ഡിസ്കസ് ചെയ്യപ്പെട്ടു. ലൈക്ക് ഒരു ഫുക്കുഷിമ ഇൻസിഡൻറ്റിന് ശേഷം ആക്ച്വലി ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ന്യൂക്ലിയർ വാസ് ഗോയിങ് ബാക്ക് സ്ലൈഡ് അല്ലേ? കാര്യം യൂറോപ്പിൽ തന്നെ ജർമ്മനിയിലൊക്കെ ഒരുപാട് ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് ഒക്കെ ഓൾമോസ്റ്റ് ഷട്ട് ഡൗൺ ചെയ്തു. ബട്ട് സ്റ്റിൽ ഇപ്പോൾ ഒരു റഷ്യ ഉക്രൈൻ ക്രൈസിസ് വന്നതും പുതിയ പുതിയ ടെക്നോളജീസ് ന്യൂക്ലിയർ ഫീൽഡിൽ വരുന്നതും വീണ്ടും ആ ഒരു പർട്ടിക്കുലർ ന്യൂക്ലിയർ ഇൻഡസ്ട്രി റിവൈവ് ചെയ്യപ്പെടാനായിട്ട് നിങ്ങൾ ന്യൂസിലൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ന്യൂക്ലിയർ എനർജി കോൺട്രിബ്യൂട്ട്സ് ടു മോർ ദാൻ 5% ഓഫ് ഇലക്ട്രിസിറ്റി generation in India. Kakrapa nuclear plant in Gujarat has the highest production capacity among nuclear plants in India. So basic ഇതുപോലത്തെ ഫാക്ച്വൽ ഇൻഫർമേഷൻ അറിഞ്ഞു വെക്കുക. ഇന്ത്യയുടെ എത്രത്തോളം എനർജിയാണ് ന്യൂക്ലിയർ എനർജിയിൽ നിന്നും, ടോട്ടൽ എനർജിയുടെ എത്ര പെർസെൻറ്റേജാണ് ന്യൂക്ലിയർ എനർജി, എത്രയാണ് ബാക്കി റിന്യൂവബിൾസ്, എത്രയാണ് സോളാർ, എത്രയാണ് വിൻഡ്, എത്രയാണ് കോൾ പവേർഡ് എന്നൊക്കെയുള്ള ബേസിക് ഇൻഫോ മനസ്സിലാക്കി വയ്ക്കുക. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓൾസോ റോങ്. കൂടംകുളമാണ് ആക്ച്വലി ഇന്ത്യയിലെ ഇപ്പോൾ ഉള്ള അറ്റ് പ്രസൻറ്റ് ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ള ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്ന് പറയുന്നത്. സോ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ റോങ്.
ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നെയ്തർ വൺ നോട്ട് ടു. 40th question answer will be, that is option D. Moving on to the next question. Consider the following statements regarding Mera Bill, Mera Adhikar scheme. All invoices issued by GST registered suppliers to consumers will be eligible for the scheme. So ഈ ഒരു പർട്ടിക്കുലർ സ്കീമിനെ കുറിച്ച് അറിയാമെങ്കിൽ സോൾവ് ചെയ്യാവുന്ന GST ആയിട്ട് ബന്ധപ്പെട്ടൊരു സ്കീമാണ്. Individuals can upload an unlimited number of invoices in a month to participate in the incentive program. The Mera Bill, Mera Adhikar scheme was conceptualized by the Central Board of Indirect Taxes and Customs. So ഇത് ആ ഒരു പർട്ടിക്കുലർ സ്കീമിനെ കുറിച്ച് ഐഡിയ ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ബട്ട് സ്റ്റിൽ അൺലിമിറ്റഡ് നമ്പർ എന്നുള്ളത് ആക്ച്വലി കുറച്ച് എക്സ്ട്രീം ആണല്ലേ. ആ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിൽ ഏതെങ്കിലും ഇഫ് ഇറ്റ്സ് എൻ ഇൻസെൻറ്റീവ് സ്കീം എന്തിനാണ് എല്ലാ ഇൻവോയ്സസും അപ്ലോഡ് ചെയ്യുന്നത്? ലൈക്ക് അതല്ലല്ലോ. സോ ഒരു മന്തിലെ എല്ലാ ഇൻവോയ്സസും അൺലിമിറ്റഡ് നമ്പർ എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ പോർട്ടലിനെ ഹാങ് വേണേ ആക്കാം അല്ലേ. സോ അങ്ങനെ ഒരു ലോജിക്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അൺലിമിറ്റഡ് നമ്പർ ഓഫ് ഇൻവോയ്സസ് ഈ ഒരു പർട്ടിക്കുലർ ഇൻസെൻറ്റീവ് സ്കീമിന് അപ്ലോഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ദർ കുഡ് ബി എ ലിമിറ്റ് അല്ലേ. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ആ ഒരു ലോജിക്ക് വെച്ച് തെറ്റാണെന്ന് അസ്യൂം ചെയ്താൽ റിമൈനിങ് ഓപ്ഷൻ 1 and 3 മാത്രമാണ്. ആക്ച്വലി അത് തന്നെയാണ്, സി തന്നെയാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഓൾ ഇൻവോയ്സസ് ഇഷ്യൂഡ് ബൈ GST രജിസ്റ്റേർഡ് സപ്ലയേഴ്സ് ടു കൺസ്യൂമേഴ്സ് വിൽ ബി എലിജിബിൾ. ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുവാണല്ലേ, അതായത് GST രജിസ്റ്റേർഡ് സപ്ലയേഴ്സ് കൊടുക്കുന്ന എല്ലാ ഇൻവോയ്സസും ഇതിന് എലിജിബിൾ ആണെന്നുള്ളത്. സോ അതൊരു തെറ്റല്ല. ബട്ട് അൺലിമിറ്റഡ് നമ്പർ ഓഫ് ഇൻവോയ്സസ് ഒരു മാസം അപ്ലോഡ് ചെയ്യുക എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് ഓവർ ദ ടോപ്പ് ആയിട്ട് ഫീൽ ചെയ്യാം അല്ലേ. സോ മൂവിങ് ഓൺ ടു ദ next question. Consider the following statements regarding scale-based regulation framework. So ഈ scale-based regulation framework ഏത് പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറ്ററിക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഈ സ്കെയിൽ ബേസ്ഡ് റെഗുലേഷൻ ഫ്രെയിംവർക്ക് ആക്ച്വലി NBFCക്ക് വേണ്ടിയാണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആക്ച്വലി റൈറ്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, NBFCs is in the top layer. NBFCTL faces less stringent regulatory requirements compared to those in the middle layer. Actually, but ഒരു പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയയുടെ സൈസ് വലുതാകുന്ന പോലെ നമ്മൾ പറയും, അത് ബാങ്ക് തന്നെ കമ്പയർ ചെയ്താൽ ടു ബിഗ് ടു ഫെയിൽ എന്ന് പറയും അല്ലേ. അതായത് സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടൻറ്റ് ബാങ്ക്സ് അവർക്ക് ആക്ച്വലി സ്ട്രിങ്ജൻ്റ് ആയിരിക്കും, കൂടുതൽ സ്ട്രിങ്ജൻ്റ് ആയിരിക്കും. അവർ ഫെയിൽ ആയിക്കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ എക്കണോമിയിൽ ഉണ്ടാകുന്ന റാമിഫിക്കേഷൻസ് വളരെ വലുതായിരിക്കും. സോ ആ ഒരു ലോജിക്ക് വെച്ച് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് റോങ് ആണെന്ന് അസ്യൂം ചെയ്യാം. ഇവിടെ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ 42nd ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് വിൽ ബി 1 only. Option A. Moving on to the next question. Which of the following statements best describes the overnight index swap? ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓവർനൈറ്റ് ഇൻഡെക്സ് സ്വാപ്പിനെ കുറിച്ച് ബേസിക് ഐഡിയ ഇല്ലെങ്കിൽ പോലും വേർഡ് എവിടെയെങ്കിലുമൊക്കെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഓവർനൈറ്റ് എന്നുള്ളത് എവിടെയൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നു നോക്കുക. ഓക്കെ, സ്വാപ്പ് എന്നുള്ള വേർഡ് ഓവർനൈറ്റ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഓവർനൈറ്റ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലുണ്ട്. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലുണ്ട്. ഓക്കെ, 4 സ്റ്റേറ്റ്മെൻറ്റിലും ഓവർനൈറ്റ് ഉണ്ട്. ഫൈൻ. സ്വാപ്പ് എന്നുള്ള വേർഡ് ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നുണ്ട്? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ വരുന്നുള്ളൂ അല്ലേ. വേറെ ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റിൽ സ്വാപ്പ് എന്നുള്ള വേർഡ് വരുന്നുണ്ടോ? ഓക്കെ, സോ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിലെ 2 വേർഡിങ്സ് ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓപ്ഷൻ ബിയിൽ വന്നിട്ടുണ്ട്. ഈവൻ ഇൻ കേസ് നിങ്ങൾക്ക് ഓവർനൈറ്റ് ഇൻഡെക്സ് സ്വാപ്പിനെ കുറിച്ച് ഐഡിയ ഇല്ലെങ്കിലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വിടാതെ ഓപ്ഷൻസ് വായിച്ചതിന് ശേഷം ആ വേർഡ് ഡീകൺസ്ട്രക്ഷൻ ചെയ്ത് ബി ആണ് നിങ്ങൾ റൈറ്റ് ആൻസർ ആയിട്ട് ചൂസ് ചെയ്യുന്നതെങ്കിൽ 43rd ക്വസ്റ്റ്യൻ്റെ ആൻസർ ഈസ് ഓൾസോ ബി. റൈറ്റ് ആൻസർ ഈസ് ബി. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Consider the following statements regarding India's e-commerce exports. According to Directorate General of Foreign Trade (DGFT), India's e-commerce exports are currently valued at 400 billion annually. The estimated growth in e-commerce exports is expected to contribute to India achieving 2 trillion worth of goods and service exports by 2030. Okay. 400 ബില്യൺ ആനുവലി കറൻ്റ്ലി വാല്യൂ ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഇന്ത്യയുടെ ഇ-കൊമേഴ്സ് എക്സ്പോർട്സ്. ആക്ച്വലി ഇന്ത്യയുടെ കറണ്ട് എക്സ്പോർട്സ് എത്രയാണ്? 400+ സംതിങ് ഗുഡ്സും 350+ സംതിങ് ആണ് സർവീസ് എക്സ്പോർട്സും. സോ അത്രയുള്ളതിൽ 400 ബില്യണോളം ഇ-കൊമേഴ്സ് എക്സ്പോർട്സ് ആണെന്ന് പറയുന്നത്
ഇറ്റ്സ് എ റോങ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. പിന്നെ ഇത് ആക്ച്വലി ഒരു ടാർഗറ്റിനെ കുറിച്ചാണ് പറയുന്നത്. 2 ട്രില്യൺ വർത്ത് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് 2030 എക്സ്പോർട്ട് ചെയ്യാനുള്ള ഇന്ത്യയുടെ ടാർഗറ്റിനെ ഈ ഇ-കൊമേഴ്സ് എക്സ്പേർട്സ് സഹായിക്കും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ആക്ച്വലി കറക്റ്റാണ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ഇവിടെ കറക്റ്റ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആക്ച്വലി റോങ്. സോ 44th ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി. മൂവിങ് ഓൺ ടു ദ 45th ക്വസ്റ്റ്യൻ. 45th question, consider the following statement with respect to features of T+0 settlement system. ഒരു പ്രീവിയസ് ടെസ്റ്റിൽ T+1 സിസ്റ്റത്തെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സോ T+1 ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മൾ ഫോളോ ചെയ്യുന്നതാണെങ്കിൽ ഇപ്പോൾ T+0യെ കുറിച്ചുള്ള ചർച്ചകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സെബിയും മറ്റും. സോ ഇറ്റ് റെഫേഴ്സ് ടു പ്രോസസ് ഇൻ വിച്ച് ഫണ്ട്സ് ആൻഡ് സെക്യൂരിറ്റീസ് ആർ ട്രാൻസ്ഫേർഡ് ടു ആൻഡ് ഫ്രം ദ ബയർ ആൻഡ് സെല്ലർ. ദാറ്റ് ഇസ് ആക്ച്വലി ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്. യെസ്, സെക്കൻഡറി മാർക്കറ്റിൽ ആക്ച്വലി ഫണ്ട്സും സെക്യൂരിറ്റീസും ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ഒരു പർട്ടിക്കുലർ പ്രോസസ്സ് തന്നെയാണ് നടക്കുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ സെബി ടു അപ്ലൈ ഫോർ IPOs, റൈറ്റ്സ്, ഡെപ്റ്റ് ഇഷ്യൂസ്. യെസ്, ദാറ്റ്സ് ഓൾസോ ട്രൂ. സോ 45th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഈസ് ബോത്ത് 1 and 2. ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 45th ക്വസ്റ്റ്യൻ്റെ ആൻസർ വിൽ ബി ഓപ്ഷൻ സി. 46th ക്വസ്റ്റ്യൻ. Consider the following statement with respect to Saraswati Samman. Okay, award base ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. This award is given to literary works published in the last 10 years by Indian writers of 22 languages included in the 8th schedule of the Constitution. Okay, Saraswati Sammanന്റെ എലിജിബിലിറ്റി ആണ് പറഞ്ഞിരിക്കുന്നത്. It is an annual literary award for outstanding writing and poetry. ഓക്കെ, ആനുവൽ ആണെന്നുള്ളതാണ് സെക്കൻഡിൽ പറഞ്ഞിരിക്കുന്നത്. സോ ആക്ച്വലി ഇത് രണ്ടും ശരിയാണോ എന്ന് അറിയണം. ആക്ച്വലി ഇത് രണ്ടും ശരിയാണ്, ബട്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആക്ച്വലി അതൊരു ബന്ധമില്ല അല്ലേ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഒരു കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ? അല്ല. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി. സോ അവാർഡ്സ്, സ്പോർട്സ് ഒക്കെ റീസെൻ്റ്ലി UPSCക്ക് ഫേവറേറ്റ് മീൻസ് ബൗൺസർ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ടോപ്പിക് ആയതുകൊണ്ട് ഈ പർട്ടിക്കുലർ ഫീൽഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിലുള്ള കാര്യങ്ങളൊക്കെ കീപ്പ് എൻ ഐ ഓൺ ദാറ്റ്. ഓക്കെ. 47th question, global solar facility that aims to catalyze solar investments across the world was set up under which one of the following organization? So global solar facility. സോ ഇനി വേർഡ് മീനിങ് ഈ പറയുന്ന പോലെ ഓപ്ഷനും ക്വസ്റ്റ്യനും തമ്മിൽ ലിങ്ക് ചെയ്ത് ആകെ സോളാർ ഉള്ളത് ISA മാത്രമാണെന്നുള്ള രീതിയിൽ നിങ്ങൾ അസ്യൂം ചെയ്ത ഓപ്ഷൻ എ ആണെന്ന് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആക്ച്വലി അത് തന്നെയാണ് കറക്റ്റ് ആൻസർ. അല്ലെങ്കിൽ നിങ്ങൾ ഗ്ലോബൽ സോളാർ ഫെസിലിറ്റി റീസെൻ്റ്ലി ന്യൂസിലുണ്ടായിരുന്നു അല്ലേ, ISA അസംബ്ലി ഇന്ത്യ ഹോസ്റ്റ് ചെയ്തിരുന്നു. സോ ഒബ്വിയസ്ലി 47th ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ സോളാർ അലയൻസ്. സോ ഗ്ലോബൽ സോളാർ ഫെസിലിറ്റി സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് ആണ്. ഓക്കെ, ആൻസർ ഈസ് ഓപ്ഷൻ എ. 48th question, consider the following statements regarding Kiladi archaeological finding. Kiladi's archaeological findings challenge the traditional timeline of Sangam age, pushing it further back in history. Okay, so കീലാടിയുടെ ലൊക്കേഷൻ അറിയേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ മാത്രമേ അത് സംഘം ഏജുമായിട്ട് ബന്ധപ്പെട്ടൊരു പർട്ടിക്കുലർ ആർക്കിയോളജിക്കൽ സൈറ്റ് ആണോ എന്ന് മനസ്സിലാവും. ദ എക്സ്കവേഷൻസ് അറ്റ് കീലാടി സജസ്റ്റ് ദാറ്റ് ആർട്ടിഫാക്ട്സ് ഡിസ്കവേർഡ് ഡേറ്റ് ബാക്ക് ടു 6th century BC. സോ 6th century BC എന്ന് പറയുമ്പോൾ സംഗമേജിനെ വീണ്ടും പുഷ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്, സംഗമേജ് ആണോ എന്ന് ഫസ്റ്റ് കൺഫേം ചെയ്യണം. അതിനുശേഷം സംഗമേജിൻ്റെ ഏജ് എത്രയാണ്. സോ 6th century BC എന്ന് പറയുന്നത് അതിലും ബാക്കിലോട്ട് വീണ്ടും പുഷ് ചെയ്യപ്പെടുവാണോ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. സോ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ റൈറ്റ് എക്സ്പ്ലനേഷൻ ആണ്. ഓക്കെ, സോ അവർ ആൻസർ വിൽ ബി ഓപ്ഷൻ എ. മൂവിങ് ഓൺ ടു ദ 49th question. Panigiri artifacts is associated with which one of the following sects of India? ഏത് സെക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഫനിഗിരി ആർട്ടിഫാക്റ്റ് എന്നാണ് ചോദ്യം. സോ അത് കറണ്ട് അഫെയറിലുള്ളതായിരുന്നു. സോ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ലൈക്ക് ക്വസ്റ്റ്യനിലെ റൈറ്റപ്പിൽ അങ്ങനെ വേറൊരു ഇൻഫർമേഷനും തന്നിട്ടില്ല നിങ്ങൾക്ക് ഡിഡക്റ്റ് ചെയ്യാനായിട്ട്. ദ ആൻസർ ഈസ് ബുദ്ധിസം. സോ തെലങ്കാനയിലാണ് ഈ ഒരു പർട്ടിക്കുലർ ആർട്ടിഫാക്റ്റ് കണ്ടുപിടിച്ചതെന്നും ഇത് ബുദ്ധിസമായിട്ട് ബന്ധപ്പെട്ടതാണെന്നും ഏത് സതവാഹന പീരീഡിലാണ് കൂടുതൽ ലൈക്ക് ഇതിന് ലിങ്ക് ഉള്ളതെന്നും ഒക്കെ കീഴിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. 50th question, Rafah border crossing in southern Gaza has gained global attention recently. Okay, Israel
പാലസ്തീൻ ഇഷ്യൂ ലൈക്ക് ന്യൂസിൽ റിപ്പീറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു റഫ ബോർഡറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. ഈ ഒരു പർട്ടിക്കുലർ റഫ എന്നുള്ള, ഇനി ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ റഫ ഏത് പർട്ടിക്കുലർ ഏരിയയിലാണ് എന്നുള്ളത്, ഇപ്പോൾ കച്ചിൻ എന്നുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ നിങ്ങൾ കച്ചിൻ പ്രൊവിൻസ് അല്ലെങ്കിൽ ടിഗ്രേ പ്രൊവിൻസ് ഇങ്ങനത്തെ പ്രൊവിൻസസ് കുറിച്ച് ഓപ്ഷനായിട്ട് മാച്ച് പെയർ ചോദിക്കാറുണ്ട്. സോ അതുപോലെ ഈ റാഫ എന്നുള്ളത് എവിടെയാണെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം ഇൻ കേസ് അതാണ് ചോദിക്കുന്നതെങ്കിൽ. ബട്ട് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ റാഫ ക്രോസിങ്ങിൻ്റെ കുറച്ച് സവിശേഷതകളാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ദ റാഫ ക്രോസിംഗ് ഈസ് ദ സദേൺ മോസ്റ്റ് എക്സിറ്റ് പോയിന്റ് ഫ്രം ദ ഗസ സ്ട്രിപ്പ്. It is the only exit from Gaza that directly leads to the Israeli territory. It shares a border with Egypt's Sinai Peninsula and the crossing is controlled by Egypt. Actually ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, നിങ്ങൾ ഗാസ സ്ട്രിപ്പ് എങ്ങനെയാണ്, എവിടെയാണ് ഇസ്രായേലുമായിട്ട്, എവിടെയാണ് മെഡിറ്ററേനിയൻ സീ. സോ ഈ ഒരു ഐഡിയ നിങ്ങൾക്കുണ്ടെങ്കിൽ only exit from Gaza that directly leads to Israeli territory എന്നുള്ളത് ആക്ച്വലി റോങ് ആണ്. ലോജിക്കലി ചിന്തിച്ചാൽ റോങ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണെന്ന് അസ്യൂം ചെയ്താൽ ഈസിലി നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസറിലോട്ട് എത്താം. ഓക്കെ, ബാക്കി രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് ആണ്. സദേൺ മോസ്റ്റ് എക്സിറ്റ് പോയിന്റ് ആണ് ഗാസ സ്ട്രിപ്പിൻ്റെ റഫ ബോർഡർ. ഈജിപ്തിൻ്റെ സിനായി പെനിൻസുല, വേറെ എവിടെയാണ് സിനായി പെനിൻസുല? ഓക്കെ, എവിടെയാണ് ഇസ്രായേൽ? ഓക്കെ, 1967 യോക്കിംപൂർ വാറിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സോ ഇറ്റ് ഷെയർസ് എ ബോർഡർ വിത്ത് ഈജിപ്റ്റ്സ് 7 Day വാറിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഷെയർസ് എ ബോർഡർ വിത്ത് ഈജിപ്റ്റ് സിനായി പെനിൻസുല ആൻഡ് ദ ക്രോസിംഗ് ഈസ് കൺട്രോൾ ബൈ ഈജിപ്റ്റ് എന്നുള്ളത്. ആക്ച്വലി സിനായി പെനിൻസുല ഈജിപ്റ്റിൻ്റെ കൺട്രോളിലാണ്. സോ അതും ശരിയാണ്. ആൻസർ ഈസ് 1 and 3 only. ഓക്കെ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. ഗോൾഡ് ETF കുറിച്ചുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, ദേ ആർ കൊമോഡിറ്റി ബേസ്ഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. One gold ETF unit is equal to 1 gram of gold. They are listed and traded on the National Stock Exchange of India only. എന്തുകൊണ്ട് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയിൽ മാത്രമാണ്? എന്തുകൊണ്ട് BSEയിൽ സ്റ്റോക്ക് ചെയ്ത് ഈ പർട്ടിക്കുലർ സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൂടാ? ആക്ച്വലി തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. ഓക്കെ, തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൺ അബവ് ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നേരത്തെ ക്വസ്റ്റ്യൻ കറക്റ്റ് ആണ്. യെസ്, നേരത്തെ ക്വസ്റ്റ്യൻ കറക്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് ബി ആൻഡ് സി എലിമിനേറ്റ് ചെയ്യാം. ദേ ആർ കൊമോഡിറ്റി ബേസ്ഡ് എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട്. ആക്ച്വലി അല്ലേ, കൊമോഡിറ്റി ഒരു ഡെറിവേറ്റീവ് ഫണ്ട് അല്ലേ ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡ്. ഗോൾഡ് എന്നുള്ളൊരു കൊമോഡിറ്റിയെ ബേസ് ചെയ്തല്ലേ ഈ ഒരു പർട്ടിക്കുലർ ഫണ്ട് ട്രേഡ് ചെയ്യുന്നത്. സോ ഒബ്വിയസ്ലി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് ബി റൈറ്റ്. അപ്പം നൺ എന്നുള്ളതും എലിമിനേറ്റ് ചെയ്യാം. ആൻസർ ഈസ് ഓപ്ഷൻ എ 1 and 2. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കട്ട്സ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് അബോർഷൻ ലോസ് ഇൻ ഇന്ത്യ. അണ്ടർ ദ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട്, abortion is legal in India during any time of pregnancy in all cases. സോ ഇത് ആക്ച്വലി തെറ്റാണെന്ന് നിങ്ങൾ ന്യൂസ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാം. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ പിന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് വായിക്കേണ്ട ആവശ്യം പോലും ഇല്ല അല്ലേ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആകുന്ന ഒരേ ഒരു ഓപ്ഷനെ കാണത്തുള്ളൂ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആകുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് വുഡ് ബി ഓപ്ഷൻ ഡി അല്ലേ. 53rd ക്വസ്റ്റ്യൻ, സോണോബിയോയ്സ് റീസെൻ്റ്ലി സീൻ ഇൻ ന്യൂസ് ഈസ് റിലേറ്റഡ് ടു വിച്ച് വൺ ഓഫ് ദ following. Actually ഇതൊരു കൈൻഡ് ഓഫ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. ലൈക്ക് ഇതിൻ്റെ ആൻസർ ആക്ച്വലി ഓപ്ഷൻ ബി അക്വസ്റ്റിക് സർവൈലൻസ് ആണ്. സോ അക്വസ്റ്റിക് സർവൈലൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പർട്ടിക്കുലർ ടെക് ആണ് ഈ പർട്ടിക്കുലർ സോണോബോയ് എന്ന് പറയുന്നത്. സോ 53rd ക്വസ്റ്റ്യൻ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. സോ ഇങ്ങനത്തെ ഒരു രീതിയിലും സോൾവബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നെഗറ്റീവ് മേടിക്കാതെ അത് ലീവ് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. ഓക്കെ, ഇനി 54th ക്വസ്റ്റ്യനിലോട്ട് പോവാം. 54th question, a world of debt report is released by which of the following organizations? ഇതും വേൾഡ് ഓഫ് ഡെറ്റിനെ കുറിച്ചും ഈ ഒരു റിപ്പോർട്ടിനെ കുറിച്ച് അറിയാമെങ്കിൽ മാത്രമേ സോൾവബിൾ ആയിട്ടുള്ളൂ. സോ ഇതിൻ്റെ ആൻസർ ഈസ് UNCTAD ആണ്. സോ ആ ഒരു ഡെറ്റ് റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഡെവലപ്പിംഗ് നേഷൻസ് ആണോ ഡെവലപ്ഡ് നേഷൻസ് ആണോ കൂടുതൽ ഡെറ്റ് ക്യാരി ചെയ്യുന്നത്? ഏത് പർട്ടിക്കുലർ നേഷൻസിൻ്റെയാണ് ഡെറ്റ് കൂടുതൽ പെർസെൻറ്റേജ് ടേംസിൽ വളർന്നത്? ഏത് റീജിയണിലെ ഏത് കൺട്രികളാണ്? ഇപ്പോൾ പാകിസ്ഥാൻ, ശ്രീലങ്ക മുതലായ കൺട്രീസൊക്കെ എന്ത് ഇഷ്യൂസാണ് ഫേസ് ചെയ്യുന്നത്? സോ ഇതെല്ലാം ഈ ഒരു വേൾഡ് ഓഫ് ഡെറ്റ് എന്നുള്ള ഈ ഒരു പർട്ടിക്കുലർ റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇത് ആക്ച്വലി റിലീസ് ചെയ്യുന്നത് UNCTAD ആണ്, ഓർത്ത് വയ്ക്കുക. So moving on to the 55th question. Consider the following statements with respect to 5 allies: United States of America, UK, India, Canada, Australia. How many of the above countries are part of it? Okay, recently ന്യൂസിൽ ഉണ്ടായിരുന്നതാണ്
5 ഐസ് അലയൻസ്. സോ ഇന്ത്യ അതിൻ്റെ പാർട്ടല്ല എന്ന് ഒബ്വിയസ്ലി അറിയായിരിക്കും. ലൈക്ക് ന്യൂസിലൻഡ് ആണ് ഇതിൻ്റെ പാർട്ട് ഇന്ത്യയുടെ സ്ഥാനത്ത്, ബാക്കി 4 കൺട്രീസും ഉണ്ട്. സോ അവർ ആൻസർ വിൽ ബി സി, only 4. Moving on to the 56th question. Consider the following statement with reference to Indian Ocean Rim Association. All sovereign states of Indian Ocean Rim are eligible for membership of the association. The first Indian Ocean dialogue was held in Kerala, India. Both India and Pakistan are part of this multilateral grouping. How many of the statements given above are correct എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ all sovereign states of the Indian Ocean Rim are eligible. 56th question, our first statement is actually correct. Second statement is also correct. Third statement, actually Pakistan part അല്ല ഈ ഒരു പർട്ടിക്കുലർ മൾട്ടിലാറ്ററൽ ഗ്രൂപ്പിങ്ങിൻ്റെ. സോ 1 and 2 are right. Option B, only 2 will be our right answer. Okay, moving on to the 57th question. Consider the following statement with respect to graphite. It is one of the 3 crystalline forms of carbon. It is a good conductor of both electricity and heat. India has the second largest graphite reserves in the world. Okay, actually India has the second largest graphite reserves in the world. അങ്ങനെ ഒരു ന്യൂസോ നമ്മളൊന്നും കേട്ടിട്ടില്ല ഇതുവരെ. Actually this statement is wrong. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് 3 എലിമിനേറ്റ് ചെയ്താൽ will be ending up with option A. Actually it's one of the 3 crystalline forms of carbon. It's a good conductor of both heat and electricity. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഗ്രാഫൈറ്റിന് ഒരുപാട് ഇൻഡസ്ട്രിയൽ യൂസസ് വരുന്നത് തന്നെ. സോ മൂവിങ് ഓൺ ടു ദ 58th question. Consider following countries with respect to South China Sea. Philippines, Brunei, Indonesia, Japan, China, Singapore. How many of the above given countries border the South China Sea? South China Sea ഇതുപോലെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേജർ സീസ്, മെഡിറ്ററേനിയൻ സീ, സോ ഇതിനെ അഡ്രിയാറ്റിക് സീ, ഇതിനൊക്കെ ബോർഡർ ചെയ്യുന്ന കൺട്രീസൊക്കെ മാപ്പിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. സോ ഇതിൻ്റെ ആൻസർ ജപ്പാൻ ഇല്ല എന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. 1 2 3 4 5, only 5. Option C is the right answer of 58th question. Moving on to the 59th question. Consider the following pairs with reference to different places that are frequently seen in news. Place and country. Galafu, Nepal. Kairouan, Tunisia. Essequibo, Ethiopia. So actually ഇവിടെ എസക്യുബോ നിങ്ങൾ റീസെൻ്റ്ലി കേട്ടിട്ടുണ്ടായിരിക്കും, ഗയാനയും അതുപോലെ വെനസ്വലയായിട്ടുള്ളൊരു ഇഷ്യൂവിൻ്റെ പേരിൽ. സോ ആക്ച്വലി തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ടാണ് പെയർ ചെയ്തിരിക്കുന്നത് മനസ്സിലാവും. കൈറോൺ ആക്ച്വലി റൈറ്റ് ആണ്. ഗലഫു ആക്ച്വലി നേപ്പാൾ അല്ല, ഇറ്റ്സ് ഭൂട്ടാൻ. ഓക്കെ, സോ ഈ 3 പേഴ്സിൽ ഫസ്റ്റ് ആൻഡ് തേർഡ് പെയർ ആക്ച്വലി റോങ്ങും സെക്കൻഡ് പെയർ ആക്ച്വലി റൈറ്റും ആണ്. സോ അവർ ആൻസർ വിൽ ബി കറക്റ്റ്ലി മാച്ച്ഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. only 1. 59th question answer will be only 1, option A. Moving on to the 60th question. It is a region of strategic importance due to its rich offshore oil and gas reserves. It is a major contributor to the global energy supply. Null Island, defined as the intersection of equator and prime meridian. Okay, so Null Island our speciality കുറിച്ച് മനസ്സിലാക്കുക. 0 degrees latitude and longitude is located in this gulf. Among the many rivers that drain into gulf are the Niger and Volta. Identify the gulf from the above description. ഓക്കെ, നൈഗറും വോൾട്ടയും എങ്ങോട്ടാണ് ഡ്രെയിൻ ചെയ്യുന്നത് എന്നുള്ളൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഈസിലി നിങ്ങൾക്ക് ഡുവബിൾ ആണ്. ഇറ്റ്സ് ഗൾഫ് ഓഫ് ഗിനിയ. ആക്ച്വലി ആഫ്രിക്കൻ ലേക്സ്, ആഫ്രിക്കൻ റിവേഴ്സ്. സോ ആഫ്രിക്ക ഫിസിയോഗ്രാഫിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ റിലീഫ്സും ഫീച്ചേഴ്സും ഒക്കെ പഠിച്ചു വെക്കുക. ബോർഡർ ചെയ്യുന്ന കൺട്രീസ് പഠിച്ചു വെക്കുക. ഈവൻ ലാസ്റ്റ് ഇയർ പോലും ആഫ്രിക്ക ബേസ് ചെയ്ത് ഈവൻ മിലിറ്ററി കൂപ്സ് ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കൊബാൾട്ടിൻ്റെ റിച്ചസ്റ്റ് റിസർവ് ഏതാണെന്ന് വെച്ചാൽ ആഫ്രിക്ക ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എല്ലാ ഇയറും ആഫ്രിക്ക ബേസ് ചെയ്ത് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് UPSC പൊതുവെ പ്രിലിംസിൽ ചോദിക്കാറുണ്ട്. സോ ആഫ്രിക്കൻ ജിയോഗ്രഫി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. Consider the following statements with respect to Adopt a Heritage Program. 61st question. It is a collaborative effort between the Ministry of Tourism and Archaeological Survey of India. The program involves public and private sector companies and corporate citizens. Redfort was the first monument
to be adopted under the scheme. How many of the statements given above are correct? So adopt a heritage scheme എന്നുള്ള ആ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി ഇത് മൂന്നും റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. All three are correct. So our answer will be option C. 62nd question. Consider the following statements with respect to Toto language recently seen in news. It is primarily spoken orally and is currently written in the Bengali script. It is listed as a critically endangered language by UNESCO. So ഈ ഒരു particular questionൽ which of the statements given above is or are not correct എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Actually both the statements are correct, so our answer will be neither one nor two, that is option D. 62nd question ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഈ ഒരു പർട്ടിക്കുലർ ലാംഗ്വേജ് റീസെൻ്റ്ലി ന്യൂസിലുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ജസ്റ്റ് ഗോ ത്രൂ എങ്ങനെ യുനെസ്കോ എങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ ലാംഗ്വേജിനെ എൻഡേഞ്ചേർഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതൊക്കെയുള്ള ബേസിക് ഐഡിയാസ് മനസ്സിലാക്കുക. അല്ലെങ്കിൽ എൻഡേഞ്ചേർഡ് ലാംഗ്വേജ് ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നത് യുനെസ്കോ ആണെന്നും ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. Consider the following statement with respect to scheduled tribe list. Statement 1. The Constitution of India has defined the criteria. പൊതുവേ നമ്മൾ PYQ സോൾവ് ചെയ്തപ്പോഴും പറഞ്ഞതാണ് അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻ ചെയ്യുന്നു പറയുന്നത് പൊതുവേ തെറ്റാവാറാണ് ചാൻസ്. സോ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണെന്ന് അസ്യൂം ചെയ്താൽ തന്നെ 63rd ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണെന്ന് നിങ്ങൾക്ക് ഈസിലി കിട്ടും. ഓക്കെ, മൂവിങ് ഓൺ ടു ദ 64th question. Project Kusha recently seen the news is related to. ഇതും ലൈക്ക് ഒരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്, അറിയാമെങ്കിൽ മാത്രം സോൾവബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ പ്രോജക്റ്റ് കുഷ ഈസ് ആക്ച്വലി എ ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ ഡിഫൻസ് സിസ്റ്റം. 65th question. Consider the following statements regarding the Garba dance. Okay, ഇപ്പോൾ ഗർബ ഡാൻസ് റെപ്രസെൻറ്റേറ്റീവ് ലിസ്റ്റിൽ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജിൽ ടെൻറ്റേറ്റീവ് ലിസ്റ്റിൽ ആഡ് ചെയ്യപ്പെട്ടിരുന്നു. സോ അത് യുനെസ്കോയുടെ ടെൻറ്റേറ്റീവ് ലിസ്റ്റിൽ ഡിസംബർ മന്തിൽ ആഡ് ചെയ്യപ്പെട്ടിരുന്നു. സോ ആ ഒരു കറണ്ട് അഫെയർ ബേസ് ചെയ്തിട്ടുള്ള ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആണിത്. സോ ഗർബ ഈസ് എ ഫോം ഓഫ് ഫോക്ക് ഡാൻസ് ദാറ്റ് ഈസ് പെർഫോം ഡ്യൂറിങ് 9-day ഹിന്ദു ഫെസ്റ്റിവൽ ഓഫ് നവരാത്രി. The dance is performed around a statue of Lord Krishna who represent masculine energy of universe. Modern Garba is heavily influenced by Dandiya Ras, a dance traditionally performed by men. Actually ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ റൈറ്റ്. ആക്ച്വലി ഇത് ശക്തി ഫോമിനെ സിംബലൈസ് ചെയ്താണ്, നോട്ട് ലോർഡ് കൃഷ്ണ ഫോമിനെ ബേസ് ചെയ്തിട്ടുള്ളതല്ല. ആക്ച്വലി ഇത് ശക്തി ഫോമിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. സോ ഫസ്റ്റ് ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് ആൻഡ് ദ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. സോ അവർ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി 1 and 3 only, because ക്വസ്റ്റ്യനിൽ വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൺ അബവ് ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി 66th question. He composed ragas such as Bhairav, Darbari Todi, Darbari Kannada, Malhar, Deepak, Sarang, Rageshwari, which is considered as a foundation of classical music. He is also credited with popularizing the Central Asian plucked rabab. Identify the personality from the above description. Ravi Shankar, Amir Khusro, Mian Danson, Zakir Hussain. So obviously ക്ലാസിക്കൽ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് രാഗാസ് കണ്ടുപിടിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ ആയിരിക്കും. സോ സാക്കിർ ഹുസൈൻ റീസെൻ്റ് ആണ്, രവിശങ്കർ, അമീർ ഖുസ്രോ. സോ മിയാൻ ഡാൻസൺ ആയിരിക്കണം മോസ്റ്റ് പ്രോബബിൾ ആൻസർ. സോ ഓപ്ഷൻ സി തന്നെയാണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. 66th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. Consider the following pairs regarding GI products and corresponding states. ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ആയിട്ട് GI പ്രോഡക്ട്സ് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ വന്നിട്ടില്ലെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം GI പ്രോഡക്ട്സ് ബേസ് ചെയ്തിട്ട് അവരുടെ സ്റ്റേറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ടങ്സ ടെക്സ്റ്റൈൽ സിക്കിം, ബസോളി പഷ്മിന JNK, ഗാമോച്ച ആസാം, റെഡ് ആൻഡ് ചട്നി മധ്യപ്രദേശ്. സോ ലൈക്ക് ഫാക്ട്സ് അറിയാമെങ്കിൽ മാത്രം സോൾവബിൾ ആയിട്ടുള്ളൊരു ഇതാണ്. റെഡ് ആൻഡ് ചട്നി ആക്ച്വലി ഒരു ട്രൈബൽ ഏരിയ എന്നുള്ള ഒരു പർട്ടിക്കുലർ കുസീനാണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. സോ ആക്ച്വലി ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആർ റോങ്. ടങ്സ ആക്ച്വലി അരുണാചൽ പ്രദേശാണ്, സിക്കിമിലല്ല. സോ ഫസ്റ്റ് ആൻഡ് ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് തെറ്റാകുന്നതോടെ വി വിൽ ബി എൻഡിങ് വിത്ത് പഷ്മിന. ആക്ച്വലി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഒബ്വിയസ്ലി അത് ജമ്മു ആൻഡ് കാശ്മീരായിട്ട് ബന്ധപ്പെട്ട്. ഗമോച്ച റീസെൻ്റ്ലി ന്യൂസിലുണ്ടായിരുന്നു. സോ ഗമോച്ച ഈസ് ഇൻ ഫ്രം ആസാം ആൻഡ് Basoli Pashmina is from JNK. So second and 3 are correct. So 67th question answer എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് only 2. 68th question നോക്കുവാണെങ്കിൽ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ.
FSSAI. It is an autonomous statutory body established under Food Safety Standards Act. Yes. Chairperson of FSA is appointed by the Prime Minister. No, it's appointed by the central government, right? Eat Right India movement is a combined initiative of FSSA and Government of India. Yeah. So, how many of the statements given above are correct? And option B, only 2 is the right answer. Next question, with reference to electoral bonds, 3 statement question, 69th question. So, 69th question, first statement, the Reserve Bank of India is authorized to issue electoral bonds. Second statement, only the political parties registered under Section 29A of the Representation of People's Act 1951 are eligible to receive electoral bonds. The electoral bonds can be purchased digitally or through checks. So 69th question, 3 statement question. First statement actually it's incorrect, right? State Bank of India vadiയാണ് actually electoral bonds issue ചെയ്യപ്പെടുന്നത്. അത് Reserve Bank of India വഴിയല്ല. So 69th question first statement is wrong. Second and third statements are actually correct. Okay. How many of the statements correct എന്നാണ് ചോദിച്ചിരിക്കുന്നത്? So our answer is only 2, option B. So moving on to the 70th question. Consider the following statements with reference to Competition Commission of India. Competition Commission of India based question. This വർഷത്തെ കഴിഞ്ഞ മെയിൻസിനും ചോദിച്ചിരുന്നു. സോ കോമ്പറ്റീഷൻ ഓഫ് കമ്മീഷൻ ഓഫ് ഇന്ത്യയെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കി വയ്ക്കുക. ബിക്കോസ് ഒരു അമെൻമെൻറ്റ്സ് ഒക്കെ റീസെൻ്റ്ലി വന്നായിരുന്നു. പിന്നെ ഡിജിറ്റൽ കോമ്പറ്റീഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ആക്ട് പൈപ്പ് ലൈനിലുണ്ട്. സോ അതൊക്കെ ബേസ് ചെയ്ത് വെച്ചിട്ട് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈസ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ കോമ്പറ്റീഷൻ കമ്മീഷൻ ആക്ട്. യെസ്. The CCI is also a quasi-judicial body. Yes. The Prime Minister acts as ex officio chairman. No. See, Prime Minister acts as ex officio chairman. അങ്ങനെയൊക്കെ പറഞ്ഞ് UPSC പൊതുവെ സ്റ്റേറ്റ്മെൻറ്റ്സ് റോങ് ആക്കാറുണ്ട്. സോ പ്രൈം മിനിസ്റ്റർ എന്നുള്ള ആ ഒരു പദവിയിൽ അദ്ദേഹം അലങ്കരിക്കുന്ന മറ്റ് പോസ്റ്റുകൾ എന്താണെന്നൊക്കെ ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കി വയ്ക്കുക. സോ അങ്ങനെ അതാകുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ ഈസിലി നിങ്ങൾക്ക് റോങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. സോ ഹിയർ കറക്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. only 1 and 2 are correct. സോ 70th ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. Consider the following statements regarding Central Bureau of Investigation. 71st question. First statement, CBI was established on the recommendation made by Sandhanam Committee. CBI investigates cases related to bribery, corruption and interstate crimes only. CBI is India's officially designated single point contact for liaison with Interpol. So, first, second and third statement അവിടെ തന്നെ എന്താ ട്രാൻസ്നാഷണൽ ക്രൈംസ് ആണ് പൊതുവെ ഇന്റർപോൾ ട്രാക്ക് ചെയ്യുന്നതല്ലേ. സോ CBI ആണ് അതിൻ്റെ ലൈസൻസ് എങ്കിൽ എങ്ങനെ അവർ bribery, corruption and interstate crimes മാത്രം ഒതുങ്ങിയിരിക്കും. So second statement is wrong and third statement is right. CBI is not exempted from the provisions of RTA. So RTAയിൽ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു പർട്ടിക്കുലർ ലിസ്റ്റിൽ പെടുന്നത് തന്നെയാണ് CBI. സോ fourth statement is also wrong. First statement is also right. ആക്ച്വലി സന്താനം കമ്മിറ്റി റെക്കമെൻഡേഷൻ്റെ ബേസിസ് തന്നെയാണ് CBI എസ്റ്റാബ്ലിഷ് ചെയ്തത്. സോ 71st ക്വസ്റ്റ്യനിൽ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കറക്റ്റ്. സോ ഓപ്ഷൻ എ only 2 will be the right answer of 71st question. Moving to the 72nd question. Consider the following statement in relation to PM Janjati Adivasi Nyay Maha Abhiyan. Okay, recently launch ചെയ്ത PM ജന്മൻ സ്കീമിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Which among the above activities are covered under PM Janman എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ യൂഷ്വലി ട്രൈബൽസ് നേരിടുന്ന ബേസിക് ഇഷ്യൂസ് എന്തൊക്കെയാണ്, ആ ഇഷ്യൂസിനെ റെക്ടിഫൈ ആയിരിക്കണമല്ലോ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ സ്കീം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ സ്റ്റേറ്റ്മെൻറ്റ് ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ഓപ്ഷൻസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ പക്ക ഹൗസ് ഇല്ലാത്തത്, വാട്ടർ സപ്ലൈ, കമ്മ്യൂണിറ്റി വാട്ടർ സപ്ലൈ, എനർജൈസേഷൻ ഓഫ് ഹൗസ് ഹോൾഡ്സ്, ഇതെല്ലാം ഒബ്വിയസ്ലി ഇതിൻ്റെ പാർട്ടാവാനാണ് ചാൻസസ് അല്ലേ. സോ all 4. 72nd question answer is all 4, option D. 73rd question. Consider the following statements regarding Finance Commission of India. Under statement 1, under Article 281 of the Constitution, President is mandated to present the Finance Commission report to Parliament. Yes, next Finance Commission terms of reference already in the making ആണ്. സോ ഒബ്വിയസ്ലി അതുകൊണ്ട് തന്നെ
Finance Commission versus the prelims is a very important topic. Statement 1 is actually right. Statement 2, Finance Commission focus on addressing the vertical imbalances between taxation powers and expenditure responsibilities of the central and state governments. Yes, that's also right. But Tamil or explanation on the sorry. The answer will be option B. Okay. 73rd question, the answer is option B. The 74th question, which among the following institution publishes the State of Climate Services report? But here option UNEP under WMO under World Meteorological Organization under UNFCCC under. So this is a tricky question. The answer is actually option C, World Meteorological Organization. State of Climate Services report published in the World Meteorological Organization. Okay, that is option C. 75th question. Consider the following statements regarding the Truth and Reconciliation Commission. A Truth and Reconciliation Commission usually focus on ongoing events and takes a proactive role in preventing future violations. Ongoing event usually focuses. A Truth and Reconciliation Commission is a permanent body established by a constitutional amendment. No, actually, these two statements are തെറ്റാണ്. Okay, ongoing events അല്ല, past events ആണ്. Truth and Reconciliation Commission നോക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വഴിയല്ല, ഒരു പെർമനന്റ് ബോഡി അല്ല, ആ പർട്ടിക്കുലർ ഇഷ്യൂ സ്റ്റഡി ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ്. സോ ഹൗ മെനി ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ അബോവ് ആർ കറക്റ്റ് എന്നുള്ളത് ആക്ച്വലി ആൻസർ ഈസ് ഓപ്ഷൻ ഡി, നെയ്തർ വൺ നോർ ടു. Consider the following statements regarding the appointment and tenure of election commissioners. 76th question. The Constitution does not lay down a specific legislative process for the appointment of the Chief Election Commissioner and Election Commissioners. The Chief Election Commissioner receives the same status and salary and perks as judges of Supreme Court. Retiring election commissioners are debarred by the Constitution from any further appointment by the government. Tenure does not lay down first Constitution does not lay down specific legislation. So first statement and second statements are actually correct. Third statement actually it's wrong. These statements are correct. So first and second statements are right. So our answer will be option A, 1 and 2 only. Next question, consider the following statements regarding Ethics Committee. Ethics Committee repeatedly news topic. Ethics Committee can take up only cases of misconduct that involve members of Parliament. An allegation of corruption against an MP can be sent to either Ethics Committee or Privilege Committee. The members of the Ethics Committee are appointed and headed by the Speaker for a period of 1 year. How many of the statements given above are correct? Only 1, only 2, all 3, none. So here a particular question, Ethics Committee MBA ഒരു particular MBA expel ചെയ്തതായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു ന്യൂസിൽ വന്നുകൊണ്ട് തന്നെ Ethics Committee important ആണ്. First, second statements are correct. The third statement is actually wrong. Okay, so our answer will be option A, option B, only 2. Meyer Rokitansky-Kuster-Hauser syndrome recently seen news is related to which one of the following? Actually, that's a factual question. Supreme Court, a particular case where the news actually it's a congenital disorder affecting women. Option A is the right answer. 79th question. Consider the following statements with respect to Defense Acquisition Council. The Prime Minister is the chairman of the council. No. Defense Minister head. It was formed after a group of ministers' recommendation on reforming the national security system in 2001. Yes, it is the highest decision-making body on new policies and capital acquisitions for the 3 services and the Indian Coast Guard. How many of the statements are right? So first statement is wrong. Second and third statement are right. So only 2. Option B is the right. Actually, no. Actually, incorrect. So the answer will be option A, only 1. 80th question. Consider the following statements. Cruise missiles are guided jet-driven projectiles that can fly at low altitudes, follow a flexible path, and are capable of precision strikes. Ballistic missiles are unguided rocket-powered weapons that follow a high arching trajectory before descending towards their target. So, 2 statements are right.
ഏതൊക്കെയാണ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബേസിക് മിസൈൽസിനെ കുറിച്ച് ഒരു ധാരണയുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഈസിലി ഡു ഔട്ട്. ഈവൻ PYQയിൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, സോ 80th ക്വസ്റ്റ്യൻ ദ ആൻസർ ഈസ് നെയ്തർ വൺ നോർ ടു, ബിക്കോസ് ഏതൊക്കെയാണ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 80th ക്വസ്റ്റ്യൻ ആൻസർ വിൽ ബി ഡി. Consider the following statement with respect to global nuclear regulation treaties. The Comprehensive Test Ban Treaty adopted in 1996 was ratified by all UN member countries. All UN member countries എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോസിബിളി റോങ് ആവാനാണ് ചാൻസ്. ഇന്ത്യ, ഇറാൻ ആൻഡ് ഇസ്രായേൽ വെയർ നെവർ സിഗ്നേറ്ററീസ് ടു ദ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി. ഇറാൻ വാസ് ആക്ച്വലി എ സിഗ്നേറ്ററി. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. Treaty on Prohibition of Nuclear Weapons is the first legally binding multilateral agreement to ban nuclear weapons. So ആ ഒരു ഫസ്റ്റ് മൾട്ടിലാറ്ററൽ ബൈൻഡിങ് എഗ്രിമെൻ്റ് ആണോ എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ട് വരാം ആക്ച്വലി, ബട്ട് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആക്ച്വലി കറക്റ്റ്. ഇറ്റ് വാസ് ഇൻഡീഡ് ദ ഫസ്റ്റ് legally binding multilateral agreement to ban nuclear weapons. So correct ആണ് ചോദിച്ചിരിക്കുന്നത്. Only the third statement is right. So our answer will be 81st question ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി 82nd ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണെങ്കിൽ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഗ്രാൻഡ് മാസ്റ്റർ ഈസ് ദ ഹയസ്റ്റ് ടൈറ്റിൽ awarded to chess players by FIDE. India had only 3 female Grand Masters till now. Once achieved, the title is held for life by the player. Which among the above statements are correct എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്നതാണ് ഫിഡെ ചെസ് പ്ലേയേഴ്സിന് അവാർഡ് ചെയ്യുന്ന ഹയസ്റ്റ് ടൈറ്റിൽ എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ ഇന്ത്യക്ക് ഇതുവരെ ഓൺലി 3 ഫീമെയിൽ ഗ്രാൻഡ് മാസ്റ്റേഴ്സേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റിൽ വൺസ് എ ഗ്രാൻഡ് മാസ്റ്റർ ഓൾവേസ് എ ഗ്രാൻഡ് മാസ്റ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആക്ച്വലി ഇത് ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ബട്ട് ചെസ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ പ്രജ്ഞനന്ദ ഒരു ന്യൂസിൽ ഒരുപാട് ടൈംസ് ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ 82nd ക്വസ്റ്റ്യൻ ആൻസർ ഡി 1, 2 and 3 ആണ്. ഓക്കെ, ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്, ബട്ട് ഓൾ ദ 3 ആർ കറക്റ്റ്. 83rd ക്വസ്റ്റ്യൻ. Consider the following statement in relation to census in India. The census is a union subject under Article 246 of the Constitution. The census is conducted according to the provisions of Census Act 1948. The first complete census of an Indian city was completed in 1830 at Madras. The year of 1921 is called the year of the Great Divide. Okay, so ഈ ഒരു particular questionൽ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ആക്ച്വലി ഇത് മദ്രാസിലല്ല ധാക്കയിലായിരുന്നു. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒഴിച്ച് ബാക്കി 3 ആക്ച്വലി കറക്റ്റ് ആണ്. ഓക്കെ, സോ സി only 3 is the right answer for 83rd question. 84th ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. സോ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ്സ് ഒരുപാട് ന്യൂസിലുള്ളൊരു ടോപ്പിക് ആയിരുന്നു. സോ സെൻട്രൽ ഗവൺമെൻറ് ഹാസ് ദ പവർ ടു മേക്ക് റൂൾസ് ടു ക്യാരി ഔട്ട് ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട്. യെസ്, അക്കോർഡിംഗ് ടു ആക്ട് അത് ശരിയാണ്. സെൻട്രൽ ഗവൺമെൻറ് ക്യാൻ ബി അഡ്മിറ്റഡ് ആസ് എ മെമ്പർ ഓഫ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി വേറസ് സ്റ്റേറ്റ് ഗവൺമെൻറ് കനോട്ട്. ആക്ച്വലി ഇത് തെറ്റാണ്. ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ക്യാൻ ബി എ മെമ്പർ. സോ ആർക്കൊക്കെയാണ് ഈ പറയുന്ന മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പേഴ്സ് ആവാൻ സാധിക്കുക എന്നൊക്കെയുള്ളത് ആക്ട് ആ പർട്ടിക്കുലർ ആക്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ബോത്ത് റീസെൻ്റ്ലി ആക്ട് അമെൻഡ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സോ ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. 84th ക്വസ്റ്റ്യൻ ആൻസർ കറക്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. 1 only is the right answer. Consider the following pairs. Vizhinjam Port, first transshipment port. Kakrapar Atomic Power Plant, first indigenous nuclear power plant. Chenab Rail Bridge, world's highest rail bridge. So തന്നിട്ട് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് ഇയർ പ്രിലിംസിലും ഉണ്ടായിരുന്നു. സോ ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെട്ട 3 ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ all 3 are correctly matched. Okay, all 3 is the right answer, that is option C. 86th question. The deemed to be university status is accorded to institutions other than universities. Universities അല്ലാത്ത ഇൻസ്റ്റിറ്റ്യൂഷൻസിനും deemed to be യൂണിവേഴ്സിറ്റി എന്നുള്ള സ്റ്റാറ്റസ് അക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. ഓക്കെ, റീസെൻ്റ്ലി ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻ അക്കോർഡ് ചെയ്തിരുന്നോ? യെസ്, NCERT അക്കോർഡ് ചെയ്തിരുന്നു. NCERT ഒരു യൂണിവേഴ്സിറ്റി ആണോ? അല്ല. സോ ആ ഒരു ന്യൂസ് പേപ്പർ വായിച്ച അല്ലെങ്കിൽ കറണ്ട് അഫെയറിൽ കണ്ട ഒരു ഐഡിയ ഉണ്ടെങ്കിൽ 86th ക്വസ്റ്റ്യൻ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റൈറ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ദ യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ ആക്ട് പ്രൊവൈഡ്സ് ഫോർ ദ UGC ടു ഡിക്ലെയർ ദ ഡീം ടു ബി യൂണിവേഴ്സിറ്റി സ്റ്റാറ്റസ് ടു എനി ഇൻസ്റ്റിറ്റ്യൂഷൻ. നോ, എനി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് കൊണ്ടല്ല, UGC അല്ല, സെൻട്രൽ ഗവൺമെൻറ് ആണ്
ഡിക്ലെയർ ചെയ്യുന്നത്. സോ ഇത് റോങ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഓൾ ഡീം ടു ബി യൂണിവേഴ്സിറ്റീസ് ആർ എലിജിബിൾ ടു സെറ്റപ്പ് ഓഫ് ക്യാമ്പസ് സെൻറ്റേഴ്സ്. അതും കുറച്ച് എക്സ്ട്രീം ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ലേ. സോ അതും റോങ് ആണ്. വിച്ച് among the following are incorrect എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 statements are incorrect. So our answer will be only 2, option B. 86th question answer will be option B. Moving on to 87th question. Consider the following statements with respect to Global Hunger Index recently released. It is a peer review report published on an annual basis by Concerned Worldwide and Wealth Hunger Hilai. So first statement is right. Second statement, South America and Central Asia are the worst regions with the highest hunger levels. No, that's wrong. So 87th question incorrect ആണ് ചോദിച്ചിരിക്കുന്നത്. 2 only is the answer, option B. 88th question, consider the following statement with respect to Asian Games. So recently held the Asian Games based question ആണ്. The Far Eastern Championship Games is considered as the precursor to the Asian Games. Okay. Initially the Asian Games were organized as biennial events ആയിട്ടാണ് ഓർഗനൈസ് ചെയ്തതെന്നാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റൈറ്റ് ആണ്. സെക്കൻഡ് ആക്ച്വലി റോങ് ആണ്. ഒഫീഷ്യൽ മോട്ടോ ഓഫ് ദി ഏഷ്യൻ ഗെയിംസ് ഈസ് എവർ ഫോർവേഡ്. യെസ്, ഈ വർഷത്തെ ഒഫീഷ്യൽ മോട്ടോ എവർ ഫോർവേഡ് ആയിരുന്നു. ഓൺലി ജപ്പാൻ ആൻഡ് ഇന്ത്യ ഹാവ് വോൺ അറ്റ്ലീസ്റ്റ് 1 ഗോൾഡ് മെഡൽ ഇൻ എവറി ഏഷ്യൻ ഗെയിംസ്. സോ ഈ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഓൺലി ജപ്പാൻ ആൻഡ് ഇന്ത്യ കുറച്ച് കൺഫ്യൂസിങ് ആണ്, ബട്ട് സ്റ്റിൽ അതൊരു ഫാക്റ്റാണ്. The fourth statement is correct. Which among the four above statements are correct എന്നാണ് ചോദിച്ചിരിക്കുന്നത്. So 88th questionൽ 3 statements മാത്രമാണ് correct. So our answer will be option C, only 3. Moving on to the 89th question. Consider the following statements with respect to ICC ODI Cricket World Cup. The first ever Women's ODI Cricket World Cup was organized 2 years prior to the first Men's ODI World Cup in 1973. Okay, 1975 ഫസ്റ്റ് മെൻസ് വേൾഡ് കപ്പ് എന്നറിയാം. സോ അതിന് 2 years prior ആണ് ആദ്യത്തെ വുമൻസ് ODI വേൾഡ് കപ്പ് എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ദിസ് ഇസ് ആക്ച്വലി ട്രൂ. ദ ഫസ്റ്റ് 3 ODI വേൾഡ് കപ്സ് വെയർ നോൺ ആസ് പ്രുഡൻഷ്യൽ കപ്പ്. സോ പ്രുഡൻഷ്യൽ കപ്പ് എന്നാണ് ഫസ്റ്റ് 3 വേൾഡ് കപ്സിനെ അറിയപ്പെട്ടിരുന്നതാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്. യെസ്, ദാറ്റ്സ് ഓൾസോ കറക്റ്റ്. ഫസ്റ്റ് എവർ 50 over ODI വേൾഡ് കപ്പ് വാസ് പ്ലേഡ് ഇൻ 1987. യെസ്, ദാറ്റ്സ് ഓൾസോ റൈറ്റ്. സോ ഇതുപോലെ തന്നെ കുറച്ച് വേൾഡ് കപ്പിനെ ബേസ് ചെയ്ത് ഫാക്ട്സ് മനസ്സിലാക്കുക. സോ ഇന്ത്യയാണ് ഈ വർഷം വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്തത്. ഇന്ത്യ ഇത് എത്രാമത്തെ തവണയാണ് വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യുന്നത്? ഇന്ത്യ ഇതിനു മുമ്പ് ഹോസ്റ്റ് ചെയ്തതൊക്കെ ഈ വർഷം ഹോസ്റ്റ് ചെയ്ത പോലെ ഒറ്റയ്ക്കാണോ അതോ മറ്റ് കൺട്രികളുമായിട്ട് വെന്യൂ ഷെയർ ചെയ്യുകയാണോ ചെയ്തത്? സോ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. സോ വേൾഡ് കപ്പിനെ കുറിച്ചുള്ള ബേസിക് ഐഡിയ. കാര്യം ഈ വർഷം ഇന്ത്യ വെച്ച് നടന്ന ഒരു സ്പോർട്ടിംഗ് ഇവൻ്റ് ആണ്. സ്പോർട്സ് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ആയിട്ട് പ്രിലിംസിൽ ചോദിക്കുന്നുണ്ട്. സോ ദ 3 statements ആർ റൈറ്റ്. ആൻസർ വിൽ ബി 89th question ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 1, 2 and 3 ആണ്. ഇനി 90th question നോക്കുകയാണെങ്കിൽ consider the following statements. Maharashtra hosted the recently concluded 37th National Games. Okay, the Raja Balindra Singh Trophy is given to the team that wins the most number of gold medals at the National Games. Square martial arts, roll ball, sepatrakro, kalaripayattu, penkak silat and mini golf were added to the National Games in 2023. How many of this above are correct എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നാഷണൽ ഗെയിംസ് ബേസ് ചെയ്തിട്ടുള്ള 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. സോ ആക്ച്വലി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ആക്ച്വലി ഗോവയിലാണ് ഹെൽഡ് ചെയ്തത്. സെക്കൻഡും തേർഡും കറക്റ്റാണ്. ഈ രാജ ബലീന്ദ്ര സിംഗ് ട്രോഫി ഈവൻ ട്രോഫീസിനെ ബേസ് ചെയ്ത് ലാസ്റ്റ് ഇയർ പ്രിലിംസിനും ട്രോഫി ആർക്കാണ് അവാർഡ് ചെയ്തതെന്നൊക്കെയുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഈ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് സ്ക്വയർ മാർഷൽ ആർട്സ്, റോൾ ബോൾ, സെബത്തക്രോ ഒക്കെ ആക്ച്വലി റൈറ്റ് ആണ്. സോ ഏതൊക്കെയാണ് എത്ര എണ്ണമാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ 90th question ആൻസർ വിൽ ബി only 2. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഈ 91st question നോക്കുകയാണെങ്കിൽ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇൻ ഇന്ത്യ കറണ്ട് ഷെയർ ഓഫ് ഫ്രൈറ്റ് ട്രാഫിക് ബൈ റെയിൽ ഈസ് മോർ ദാൻ 45%. ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ. ഓക്കെ, ഡിസംബറിൽ വൺ ഓഫ് ദ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറിൻ്റെ ഒരു പാർട്ട് കമ്മീഷൻ ചെയ്തു. ഇപ്പോൾ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ആണ്. സോ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കോസ്റ്റ് ഡിക്രീസ് ചെയ്യാനും ഗുഡ്സിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ പോർട്ടിൽ നിന്ന് മാനുഫാക്ചറിങ് ഹബിലോട്ടും ഒക്കെയുള്ള ട്രാൻസ്പോർട്ടേഷൻ ഈസിയായി. സെക്കൻഡ് ഈസ് റൈറ്റ്. ഈ ഫസ്റ്റ് ആക്ച്വലി നിങ്ങൾ ഇൻഫ്രാസ്ട്രക്ചറെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം മെജോറിറ്റി ഓഫ് ദ ഫ്ലൈറ്റ് ഈസ് ട്രാവലിംഗ് ത്രൂ റോഡ് അല്ലേ. സോ 45% ഈസ് എ ബിഗ് നമ്പർ. സോ
അക്കോർഡിംഗ് ടു നാഷണൽ റെയിൽ പ്ലാൻ അനുസരിച്ച് 2030 നമ്മൾ 45% ടാർഗറ്റ് വെച്ചിട്ടേ ഉള്ളൂ. അതായത് ടോട്ടൽ ഫ്രൈറ്റിൻ്റെ 45% ത്രൂ റെയിൽ ട്രാൻസ്പോർട്ട് ചെയ്യണമെന്നുള്ളത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആക്ച്വലി തെറ്റാണ്. കറണ്ട് ഷെയർ 45% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ്സ് അറൗണ്ട് 27 സംതിങ്. ഇപ്പോൾ ആക്ച്വലി നമ്മുടെ 2010 ടാർഗറ്റാണ് 45% എന്ന് പറയുന്നത്. ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് ഓർഡറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ലൈക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈസിലി ആൻസറിലോട്ട് എത്തിച്ചേരാം. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ ഫോർ 91st question. 92nd question, consider the following statements with respect to Global Innovation Index. So Global Innovation Index, India tops a lower middle income group of countries. India holds a record of outperforming in innovation for 20th consecutive year. Which among the following statements incorrect എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Actually first is right, second is incorrect. So our answer will be option B. 92nd question answer എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും. 93rd question, consider the following statements. The Global Financial Stability Report is a semi-annual report published by IMF. Yes. Provides an assessment of the global financial market system. Yes. അത് IMF എന്താണ് മോണിറ്റർ ചെയ്യുന്നുള്ള ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓൾസോ റൈറ്റ്. സോ വിച്ച് among the following statements are incorrect എന്നാണ് ഇവിടെയും ചോദിച്ചിരിക്കുന്നത്. ഈ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ബട്ട് ആ ഒരു ഇൻകറക്റ്റ് എന്നുള്ള ആ ഒരു വേർഡിങ് ശ്രദ്ധിക്കുക. സോ ഇറ്റ്സ് ആൻസർ ഈസ് നെയ്തർ വൺ നോ ടു ബിക്കോസ് ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ റൈറ്റ്. With reference to sovereign gold bonds, actually sovereign gold bonds first tranche after 8 years 2015 റിലീസ് ചെയ്ത sovereign gold bonds ലാസ്റ്റ് ഇയർ ആക്ച്വലി ആദ്യമായിട്ട് മെച്യൂരിറ്റി റീച്ച് ചെയ്തു. സോ അത് കറണ്ട് അഫെയർ ഉണ്ടായിരുന്നതാണ്. ലൈക്ക് ഇൻവെസ്റ്റേഴ്സിന് ആക്ച്വലി നല്ല റിട്ടേൺ ഒക്കെ കിട്ടി. സോ sovereign gold bond scheme കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ബോണ്ട് ഈസ് ഇഷ്യൂഡ് ബൈ റിസർവ് ബാങ്ക്. നമ്മൾ ഇലക്ട്രൽ ബോണ്ട് നേരത്തെ പറഞ്ഞ SBI ആണ്. sovereign gold bond ഇഷ്യൂ ചെയ്യുന്നത് റിസർവ് ബാങ്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഗവൺമെന്റിന്റെ ബിഹാഫിൽ. യെസ്, ദാറ്റ്സ് റൈറ്റ്. Interest income on the bonds are completely exempted from tax, but capital gains arising on redemption of SGB to an individual is taxable. ലാസ്റ്റ് ഇയർ പ്രിലിംസിന് ഇൻവൈറ്റ്സ് ബേസ് ചെയ്ത് പോലൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആക്ച്വലി ഡിവിഡൻസ് എക്സംപ്റ്റ് ആണ്, ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സബിൾ, അങ്ങനെ ഒരു പെർട്ടിക്കുലർ റോങ് ഓപ്ഷൻ. ആ സെയിം രീതിയിൽ തന്നെ ഇവിടെ റോങ് ആയിട്ടുള്ള ആക്ച്വലി ഇൻട്രസ്റ്റ് ഇൻകം ആക്ച്വലി ടാക്സബിളും ക്യാപിറ്റൽ ഗെയിൻസ് ആക്ച്വലി നോൺ ടാക്സബിളും ആണ്. ഓക്കെ, സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആക്ച്വലി റോങ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് NRIs കനോട്ട് ഇൻവെസ്റ്റ്. ആ കനോട്ട് എന്നുള്ള വേർക്ക് കൺഫ്യൂസിങ് ആണെങ്കിലും ആക്ച്വലി വൺസ് NRI സ്റ്റാറ്റസ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം സോവറൻ ഗോൾഡ് ബോൺസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് NRI സ്റ്റാറ്റസ് അച്ചീവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സോവറൻ ഗോൾഡ് ബോൺസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് വെൽ ആൻഡ് ഗുഡ്, അതിന് കുഴപ്പമില്ല. ഓക്കെ, സോ NRIs കനോട്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് എക്സ്ട്രീം സ്റ്റേറ്റ്മെൻറ്റ്, അത് തെറ്റാകും. കാര്യം NRIs ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കുഴപ്പമില്ല. നേരത്തെ അവർ NRI ആകുന്നതിന് മുമ്പാണ് അവർ ആ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരുന്നെങ്കിൽ അക്കോർഡിംഗ് ടു ഗൈഡ് ലൈൻസ്. ഓക്കെ, സോ ഈ പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ C 1 and 3 is the right answer for 94th question. 95th question നോക്കുകയാണെങ്കിൽ തന്നിരിക്കുന്ന ഓർഗനൈസേഷൻസിൽ ഏതിനെയൊക്കെയാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ചെയ്യുന്ന എക്സെപ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആ ഒരു സെക്യൂരിറ്റി അപ്പാരറ്റസിനും അതുപോലെ തന്നെ സീക്രസിയൊക്കെ ആവശ്യമുള്ള ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കേണ്ട കാര്യമുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് എവറിത്തിങ് വിൽ ബി കമ്മിങ് അണ്ടർ ദാറ്റ് അല്ലേ, റൈറ്റ്? സോ ആൻസർ വിൽ ബി ഓൾ 5. ബിക്കോസ് റീസെൻ്റ്ലി കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോണ്ട് ടീമിനെ ഈ പർട്ടിക്കുലർ ലിസ്റ്റിലോട്ട് ആഡ് ചെയ്തു. സോ അതുകൊണ്ടാണ് ഇത് കറണ്ട് അഫെയർ വന്നത്, അതുകൊണ്ടാണിത് ഈ ഒരു ക്വസ്റ്റ്യനായിട്ട് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. Consider the following statements regarding International Thermonuclear Experiment Reactor Agreement. Both India and China have been the founding members of the agreement since 2006. That's the right option. As signatories to the ITR agreement, the 7 members will share the project cost equally. Okay. അങ്ങനത്തെ ഈക്വലി, മാൻഡേറ്ററിലി അങ്ങനത്തെയൊക്കെ വേർഡ്സ് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. മെമ്പേഴ്സ് ഓൾസോ ഷെയർ എക്സ്പെരിമെൻ്റൽ റിസർച്ച് ആൻഡ് എനി ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ജനറേറ്റഡ് ബൈ ദ ഫാബ്രിക്കേഷൻ, കൺസ്ട്രക്ഷൻ ആൻഡ് ഓപ്പറേഷൻ ഫേസസ്. ഓക്കെ, ദാറ്റ്സ് ട്രൂ. Second statement is wrong. Okay, so our answer will be option no. Our answer will be option A, 1 and 3 only. So moving on to the next question. Consider the following statement with respect to 3 criminal laws. Pursuant to the report of Ranbir Singh Committee, the 3 acts were passed. Yes. The act mandates forensic investigation for offences punishable with 7 years. The act allows oral evidence. So ഇങ്ങനത്തെ പുതിയൊരു ലോയോ പോളിസിയോ ഒക്കെ വരുമ്പോൾ
പഴയ ലോയിൽ നിന്നും അതിനെ വ്യത്യസ്തമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. സോ ആക്ച്വലി ഈ തന്നിട്ടുള്ള 3 കാര്യങ്ങളും റൈറ്റ് ആണ്. ആൻസർ ഈസ് ഓൾ 3. അപ്രോക്സിമേറ്റ്ലി 31% of India's landmass is currently dealing with diverse standardized precipitation index levels ranging from moderate to extreme, as reported by the Meteorological Department. Standardized precipitation index is a tool used to monitor which parameter? Okay, so the answer is drought. Okay, so idum or current affair based question aanu. 99th question, which one of the following ministries departments launched the Malaviya Mission Teachers Training Program? The answer is UGC. Okay, Teachers Training Program based ചെയ്തിരിക്കുന്നത് UGC ആണ്. Which institution releases the Employment Outlook of India report? Okay, റീസെൻ്റ്ലി ഈ റിപ്പോർട്ട് റിലീസ് ചെയ്യപ്പെട്ടിരുന്നു. സോ അതുകൊണ്ടാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. MS മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷന് കീഴിലുള്ള നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ് ഈ ഒരു പർട്ടിക്കുലർ എംപ്ലോയ്മെൻറ്റ് ഔട്ട്ലുക്ക് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. So that sums our discussion. So current affair based ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ലൈക്ക് മോസ്റ്റ് ക്വസ്റ്റ്യൻസും ഡൂവബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ബട്ട് സ്റ്റിൽ കുറച്ച് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. വേർഡ് ഡീകൺസ്ട്രക്ഷൻ യൂസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഐ ഹോപ്പ് നിങ്ങളെല്ലാവരും ലൈക്ക് ഈ ഒരു ഡിസ്കഷൻ ഫ്രൂട്ട്ഫുൾ ആയിരുന്നു. സോ താങ്ക്സ് ഫോർ ലിസണിങ്.